സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. സംഭവ ബഹുലതകൾ നിറഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ ഇങ്ങനെ പിന്നിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ലോകത്തിലേക്ക് പിന്നിട്ട ദിനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്തോത്രം, ഹാലലുയ, ഞങ്ങൾ ഡൽഹിയിലായിരിക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ഇന്നലെ 32 വർഷം പൂർത്തിയായി. സ്തോത്രം. ഈ 32 വർഷക്കാലവും കർത്താവ് കരുണയോടെ, കൃപയോടെ, ദയയോടെ, ആ കരുതലോടെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. സ്തോത്രം ചെയ്യുന്നു. അനേക പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ കൂടി കടന്നു പോയപ്പോഴും സ്തോത്രം, കർത്താവ് കരം ചേർത്ത് പിടിച്ച്, ആ മാർവോട് ചേർത്ത് പിടിച്ച് അടിയങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നടത്തിയ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. 2025 സ്തോത്രം, അനേക പ്രതികൂലങ്ങളിൽ കൂടി ദൈവജനം കടന്നുപോയി. ഇന്ത്യ മഹാരാജ്യത്ത് അനേക ദൈവദാസന്മാർ ജയിലറകളിൽ അടയ്ക്കപ്പെട്ടു. ഹാലലുയ. പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തി. അനേക ആലയങ്ങൾക്ക് അഗ്നിക്കിരയാക്കി. ദൈവദാസന്മാരെയും കർത്താവിന്റെ തിരുജനനത്തെ പോലും കഠിനവും മ്ലേച്ഛവുമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ ഉളവായി. അതിന്റെ മധ്യത്തിലും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നടത്തുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുകയാണ്. സ്തോത്രം, ഹാലലുയ. എങ്കിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ നമ്മുടെ കർത്താവിന്റെ വലിയ കരുണ, നമ്മുടെ കർത്താവിന്റെ കൃപ ഇന്നത്തോളം നടത്തിയ കരുണയെ ഓർത്ത് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സ്തോത്രം. ഞങ്ങൾക്കും പറയുവാനുണ്ട്. ഹാലലുയ. സ്തോത്രം, ഹാലലുയ. യേശു കർത്താവ് ഞങ്ങളെ നടത്തിയ കരുണയ്ക്കായിട്ട് 2025 ജൂലൈ മാസത്തിൽ മകള് കഠിനമായ രോഗത്തിന് അടിപ്പെട്ട്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അടിപ്പെട്ട്, സ്തോത്രം, വളരെ പ്രതികൂലാവസ്ഥയിൽ കൂടി കടന്നുപോയി. സ്തോത്രം. ജൂലൈ മാസം 21-ാം തീയതി അഡ്മിറ്റ് ചെയ്തിരുന്നു. സ്തോത്രം. ബില്ലിറൂബിൻ 10.8 ആയി. പിന്നെ അത് 15 കഴിഞ്ഞു. സ്തോത്രം. അന്നേ ദിവസം രാവിലെ, സ്തോത്രം, ജൂലൈ മാസം 21-ാം തീയതി രാവിലെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമ്പോൾ കേട്ട വാർത്ത, ഇതേ രോഗം ബാധിച്ച് എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ 17 വയസ്സുള്ള ഒരു മോള് ഈ ലോകത്ത് നിന്ന് വിട്ടുപോയതാണ് ഞങ്ങൾ അറിയുന്നത്. സ്തോത്രം. എന്നെങ്കിലും കർത്താവ് ഒരാപത്തും കൂടാതെ, ഒരനർത്ഥവും കൂടാതെ കർത്താവ് വിടുവിച്ചു. ഇന്ന് മധ്യത്തിൽ എന്റെ കണ്ണുനീരും ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവജനവും പ്രാർത്ഥിച്ച്, അത് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതാണ് നന്ദി കരേറ്റിക്കൊണ്ട് സ്തോത്രം. ഹാലലുയ. പിന്നോക്കം തിരിഞ്ഞു നോക്കുമ്പോൾ ഹാലലുയ, ചില ഗവൺമെന്റുകളുടെ കണക്ക് പ്രകാരം രോഗം വന്ന് മരിക്കുന്നവരെക്കാൾ കൂടുതൽ അപകടങ്ങൾക്കിരയായി ഈ ലോകത്ത് നിന്ന് പെട്ടുപോയിട്ടുണ്ട്. സ്തോത്രം. ഹാലലുയ. നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ദൈവദാസന്മാർ പലരും അതിനിരയായിട്ടുണ്ട്. എന്നാൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. 2025 ദൈവം ചെയ്ത വലിയ പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞാൽ, അത് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. സ്തോത്രം. കഴിഞ്ഞ 10 വർഷമായി നൈജീരിയയിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, 10 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം ദൈവജനം അവിടെ കൊല്ലപ്പെട്ടു. 18,000 ആരാധനാലയങ്ങൾ, ദൈവജനത്തിന്റെ ആരാധനാലയങ്ങൾ അഗ്നിക്കിരയാക്കി. 2000-ത്തിലധികം ദൈവജനത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തച്ചു തകർത്തു. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇതിനൊന്നിനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാനോ ഒരു രാജ്യമോ യൂറോപ്യൻ യൂണിയനോ യൂറോപ്യൻ രാജ്യങ്ങളോ ശ്രമിച്ചില്ല. എന്നാൽ ദൈവജനത്തിനു വേണ്ടി, സ്തോത്രം, ഒരു ഭരണാധികാരിയെ ദൈവമുയർത്തി. അമേരിക്കൻ പ്രസിഡന്റ് ബഹുമാന്യനായ ഡൊണാൾഡ് ട്രംപിനെ ദൈവജനത്തിനു വേണ്ടി 2025 ഡിസംബർ 25-ാം തീയതി തീവ്രവാദി സംഘടനകളായ ISIS-ഉം ബൊക്കോഹാറമും ദൈവജനത്തെ തച്ച് തകർക്കുവാനായി ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ 25 പുലരുന്നതിന് മുൻപ് അവരുടെ ഉറവിടങ്ങളിൽ ചെന്ന് ദൈവജനത്തിനെ രക്ഷിക്കുവാനായി ശക്തമായ താക്കീതും മറുപടിയും കൊടുത്ത് ദൈവം ആ ദൈവദാസനെ ഉയർത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമ്മെ എല്ലാവരെയും കർത്താവ് കരുണയോടെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ ആ നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് സ്തോത്രം. ഹാലലുയ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവര എന്ന അതിന്റെ ഹിന്ദി വേർഷൻ ആദ്യവും തുടർന്ന് മലയാളത്തിൽ നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോള്, അതുകൊണ്ട് ആദ്യം ഹിന്ദി വേർഷൻ മോള് പാടും. സ്തോത്രം. പ്രത്യേകാൽ മോളെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കർത്താവ് നൽകി തന്ന ഏക മകളാണ്. വിവാഹത്തിന് ശേഷം 6 വർഷം കാത്തിരുന്ന്, സ്തോത്രം, ഒരു പൈതലിനെ ദൈവം നൽകി തന്നു. അത് 6 മാസം തികയുന്നതിന് മുൻപ് ആ പൈതലിനെ കർത്താവ് തിരിച്ചെടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടാൻ. എങ്കിൽ പിന്നീട് കർത്താവ് നൽകി തന്ന മകളാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. BTH-ന് 3-ാം വർഷം പഠിക്കുന്നു. ദൈവജനം മകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പൈതല് സ്തോത്രം പാട്ടുപാടാൻ ആരംഭിക്കുന്നു. സ്തോത്രം.
പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി കരയറ്റുന്നു. ഫേബാൻറ്റിക്കും നന്ദി കരയറ്റുന്നു. കരങ്ങളുയർത്തി കർത്താവിനും സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. മേരെ ഖുദാവൻ ഓ ധന്യവാദ്, ईशु प्रभु धन्यवाद। मेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। आशीष देता है तू बेशुमार, अद्भुत है तेरा प्रेम आभार। आशीष देता है तू बेशुमार, अद्भुत है तेरा प्रेम आभार। मेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। मेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। पापों से हो गया, बाहों में तूने मुझे ले लिया। पापों से हो गया, बाहों में तूने मुझे ले लिया। तेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। तेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। घोर अंधकार से राहों का मेरा घोर अंधकार से जो होकर चलूं, राहों का मेरी उजाला है तो। तेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। तेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। जीवन अपने हाथों से तूने सुना जो प्रभु जीवन मेरा, अपने हाथों से तूने भरा। तेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। तेरे खुदावन को धन्यवाद, ईशु प्रभु धन्यवाद। नन्हे नन्हे എൻ ദൈവമേ, നന്ദി നന്ദി സുഖം, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി നന്ദി സുഖം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ ശുഭരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നെ ശുഭരാ. പാപത്താൽ മുറിവേറ്റ നിന്നെ
പാണിയാൽ ചേർത്തണച്ചുവല്ലോ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ ൂരിരുൾ താഴ്വരെ അതിലുമെന്നെ പാതയിൽ ദീപമ വന്നുവല്ലോ ൂരിരുൾ താഴ്വരെ അതിലുമെന്നെ പാതയിൽ ദീപമ വന്നുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ ജീവിത ശൂന്യത നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ ജീവിത ശൂന്യത നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്റെ ശുഭരാ ഹല്ലേലൂയ 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 സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും കമ്പനമെല്ലാം തകർന്നിടുമേ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും കമ്പനമെല്ലാം തകർന്നിടുമേ ചുരുളരും പ്രകിടരും മുടമ്പെറുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ചുരുളരും മുടമ്പെരും പ്രകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല
എന്നിൽ നീ ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി മാറിടുമേ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഉറങ്ങിടും കാതിൽ അടഞ്ഞവയെല്ലാം ഒരു തുമ്പിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും കാതിൽ അടഞ്ഞവയെല്ലാം ഒരു തുമ്പിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ ഒന്ന് ഏറ്റുപാടാം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, സുഖങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. രോഗങ്ങൾ മാറും, സുഖങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഉരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം ഉറക്കും മിശിഹാരാജൻ നമുക്കായി. ഉറവെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. ഉറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരു തുമ്പിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗങ്ങൾ മാറും, ആരാധനയിൽ രോഗങ്ങൾ മാറും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകളെ തകർത്തു മാറ്റും. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ ജനം കണ്ണുനീരോട് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ലോകത്തിന്റെ മ്ലേച്ഛതകളിൽപ്പെട്ട് നമ്മുടെ തലമുറ വഴിതെറ്റി പോകാതിരിക്കാൻ, സത്യപത്യ സുവിശേഷത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ, നമ്മുടെ ദൈവത്തിന്റെ ജനത്തിന്റെ തലമുറയെ ഇല്ലാതാക്കുവാൻ, കുറച്ചു കളയുവാൻ പോരിടുന്ന അനേക പോരിന്റെ ശക്തികളുണ്ട്, സാത്താന്യ ശക്തികളുണ്ട്, ലോകത്തിന്റെ മ്ലേച്ഛതകളുണ്ട്. ദൈവജനത്തെ കുറച്ചു കളയുക എന്നുള്ളത് സാത്താന്റെയും അവന്റെ രാജ്യത്തിന്റെയും തന്ത്രവും അവന്റെ ഉന്നമനവുമാണ്. അതിന് നാം വിട്ടുകൊടുക്കരുത്. നമ്മുടെ മക്കള് ഹല്ലേലൂയ, നമ്മുടെ തലമുറ യേശുവിന്റെ സത്യപത്യ സുവിശേഷത്തിൽ യാത്ര ചെയ്യുവാൻ നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം. കേൾക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നാം ശ്വസിക്കുന്ന വായുവും നമ്മുടെ ഹൃദയത്തിന്റെ ഇടിപ്പും നമ്മുടെ കാൽക്കരങ്ങൾ ചലിക്കുന്നതും നമ്മുടെ കർത്താവിന്റെ കൃപയാണ്. സ്തോത്രം. നാം മുകളിലേക്ക് എടുക്കുന്ന ശ്വാസം
ഒരു നിമിഷം, ഒരു സെക്കൻഡിന്റെ ഒരംശത്തിൽ താഴേക്ക് വന്നില്ല എങ്കിൽ അവിടെ തീർന്നു മനുഷ്യ ജീവിതം. ഹാലലുയ. സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപയാൽ 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 നൽകി തന്നിരിക്കുന്നതാണ് പ്രാണവായുവും. ഹാലലുയ, സ്തോത്രം. ഹാലലുയ. എന്നാൽ ഹാലലുയ, ഞങ്ങളായിരിക്കുന്ന ഡൽഹി പട്ടണത്തിലെ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന സകല ദൈവമക്കൾക്കും അറിയാം, എത്രയോ നാളുകളായിട്ട് ഈ ദൈവജനത്തിന് സ്വർഗത്തിലെ ദൈവം കനിഞ്ഞനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന പ്രാണവായു പോലും അത് ശുദ്ധമായി കൊടുക്കുവാൻ, കുടിക്കുന്ന ജലം, ശുദ്ധജലം നന്നായി വിതരണം ചെയ്യുവാൻ കഴിയാതെ, എന്നാൽ വമ്പുകളും വേണ്ടാത്തതും ഒക്കെയും പറഞ്ഞ് ദൈവജനത്തെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹാലലുയ, നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. ഇതിനൊരു പരിഹാരം സ്വർഗത്തിലെ ദൈവം വരുത്തിത്തരും. പ്രാർത്ഥിച്ചാൽ ഭരണകൂടങ്ങൾ മാറുമോ, ഇലക്ഷനിൽ സംഭവിക്കുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സ്തോത്രം. US-ലായിരിക്കുന്ന സഹോദരങ്ങൾക്കും തെക്കേ അമേരിക്കയിലായിരിക്കുന്നവർക്കൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം സ്തോത്രം ഈ മാസം തന്നെയാണെന്ന് തോന്നുന്നു, തെക്കേ അമേരിക്കയിലെ ഏറ്റവും തെക്കേയറ്റത്ത് കിടക്കുന്ന ചിലി എന്ന രാജ്യത്തിൽ ഇലക്ഷൻ നടന്നു. സ്തോത്രം. വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് കിരാത ഭരണവും ഡ്രഗ്സിന്റെ അതിപ്രസരണവും ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛത നിറഞ്ഞ ഒരു രാജ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിസ്റ്റുകളും ദൈവദാസന്മാരും പാസ്റ്റർമാരും കത്തോലിക്ക വിശ്വാസികളും കന്യാസ്ത്രീകളും അച്ഛന്മാരും മാസങ്ങളോളം വർഷങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു മാറ്റം വരുത്തുവാൻ. അവർ ഒരുമിച്ച് കൈകോർത്തിറങ്ങി പ്രവർത്തിച്ചു. ഹാലലുയ. ഇലക്ഷൻ നടന്നു, അട്ടിമറിക്കപ്പെടുമോ എന്ന് വിശ്വസിച്ചു. എന്നാൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു. ആ രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഹാലലുയ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഹാലലുയ കരമുയർത്തി സ്തോത്രം ചെയ്യണം. ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്തു. സ്തോത്രം. ദൈവത്തെ മാനിക്കുന്ന ഒരു പ്രസിഡന്റ് ആ ചിലിയുടെ, അന്റാർട്ടിക്കയോട് ചേർന്ന് കിടക്കുന്ന രാജ്യം. ഹാലലുയ. ഏറ്റവും അന്റാർട്ടിക്കയിൽ, ആ ചിലിയിൽ ചെന്നിട്ടാണ് അന്റാർട്ടിക്കയിലേക്ക് പര്യവേക്ഷണത്തിന് പോകുന്നത്. സ്തോത്രം. ഹാലലുയ. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അയച്ചു. ഒരു കത്തോലിക്ക വിശ്വാസിയായ ദൈവദാസൻ ഹാലലുയ അവിടെ അധികാരത്തിൽ വന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വർഷങ്ങളായി നശിച്ചു കിടക്കുന്ന ഈ രാജ്യത്തെ ഞാൻ ക്രിസ്തുവിങ്കലേക്ക് മടക്കി കൊണ്ടുവരും. നാം പ്രാർത്ഥിച്ചാൽ ദൈവജനം പ്രവർത്തിക്കും. ഹാലലുയ. ശ്വസിക്കുന്ന വായുവും ഹാലലുയ ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് മറ്റു പറയുവാനോ പുകഴ്ച പറയുവാനോ നമുക്കൊന്നുമില്ല പ്രിയമുള്ളവരെ. ഹാലലുയ. സ്തോത്രം. നമുക്കൊന്ന് ചേർന്ന് പാടാം. സ്തോത്രം. ചലിക്കും കാൽക്കരങ്ങൾ, തുടിക്കും ഹൃദയവും, ശ്വസിക്കും ജീവശ്വാസം, എല്ലാം നിന്ദാനമേ. ചലിക്കും കാൽക്കരങ്ങൾ, തുടിക്കും ഹൃദയവും, ശ്വസിക്കും ജീവശ്വാസം, എല്ലാം നിന്ദാനമേ. ദൈവമേ നിൻ കൃപ, എല്ലാമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. രണ്ട് കരങ്ങളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് നമ്മൾ ചേർന്ന് പാടുമോ? ദൈവമേ നിൻ കൃപ, എല്ലാമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. എത്ര നാളീ ഭൂവിൽ വാസമൻ സോദരാ, ഇത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. ഇന്നു കാണുവോരെല്ലാം നാളെയുണ്ടാവുമോ? നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. പിറക്കാൻ പോകുന്ന പുതുവർഷം അടുത്ത ഓരോ നിമിഷവും നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലാ. സ്തോത്രം. ആ കർത്താവ് നമ്മളെ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നടന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഹാലലൂയ. ആ കർത്താവിന്റെ കൃപയാണ്. പുകഴുവാൻ നമുക്കൊന്നുമില്ല, പ്രശംസ പറയുവാൻ ഒന്നുമില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ സമ്പത്തിലോ സമൃദ്ധിയിലോ നമുക്കൊന്നുമില്ല. ഹാലലൂയ. സ്തോത്രം. ഇന്നു കാണുവോരെല്ലാം നാളെയുണ്ടാവുമോ? നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. ദൈവമേ നിൻ കൃപ, എല്ലാമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ
ദൈവമേ നിൻ കൃപ മട്ടും പ്രതാപവും വിട്ടുപോയിടുമേ, സ്വത്തും സുഖങ്ങളും നഷ്ടമായിടുമേ. മട്ടും പ്രതാപവും വിട്ടുപോയിടുമേ, സ്വത്തും സുഖങ്ങളും നഷ്ടമായിടുവേ. സ്വർലോക നാടതിൽ നിക്ഷേപമുണ്ടെങ്കിൽ, സ്വർലോക നാടതിൽ നിക്ഷേപമുണ്ടെങ്കിൽ, സ്വർഗ കാനാൻ വാസം എത്രയാനന്ദമേ. ദൈവമേ നിൻ കൃപ എല്ലാമേ നിൻ കൃപ ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. ദൈവമേ നിൻ കൃപ എല്ലാമേ നിൻ കൃപ ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. ക്രിസ്തുവിൽ ജനിച്ചോരെ, ക്രിസ്തുവിൽ വളർന്നോരെ, ക്രിസ്തുവിൽ മരിപ്പോരെ, ഭാഗ്യവാന്മാർ നിങ്ങൾ. ക്രിസ്തുവിൽ ജനിച്ചോരെ, ക്രിസ്തുവിൽ വളർന്നോരെ, ക്രിസ്തുവിൽ മരിപ്പോരെ, ഭാഗ്യവാന്മാർ നിങ്ങൾ. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിൻ മരിച്ച് നമുക്ക് അവകാശപ്പെട്ട സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുക എന്നുള്ള ആ മഹാഭാഗ്യ പദവിയിൽ അർഹമായിരിക്കുന്നതിനെ ഓർത്ത് ദൈവമേ നിൻ കൃപ എല്ലാമേ നിൻ കൃപ ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. ഈ മഹാഭാഗ്യ പദവിക്ക് അർഹമായിരിക്കുന്ന ദൈവജനത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഒരു വാഗ്ദത്തം നൽകി തന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് തന്റെ അപ്പോസ്തലന്മാരോടും താൻ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ദൈവജനത്തോടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊണ്ട് നമുക്ക് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ സ്ഥലം ഒരുക്കിയിരിക്കുന്ന കർത്താവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. രാജ്യമൊരുക്കി തൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാദം, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കി തൻ വേഗം വരുന്നല്ലോ പ്രിയൻ തൻ മണിനാദം, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പുതുമകൾ ജയ ജയ ഗീതം പാടിടാം, പുതുമകൾ നിറയും ജയ ജയ ഗീതം പാടിടാം, ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. രാജ്യമൊരുക്കി വേഗം വരുന്നല്ലോ തീയൻ മണിനാദം, അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരുക്കി
രാജ്യമൊരുക്കി വേഗം വരും നെല്ലോ പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ഉണരുക ഉണരുക ദൈവജനം, ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഉണരുക ഉണരുക ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി. കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറായി. ഹല്ലേലൂയ. കാന്തൻ വന്നിടും കണ്ണീർ തുടയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറായി. രാജ്യമൊരു എത്താൻ വേഗം വരും പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. രാജ്യമൊരു എത്താൻ വേഗം വരും പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി രാജ്യം ഒരുക്കുവാൻ, നമുക്ക് വേണ്ടി നിത്യവാസ സ്ഥലം ഒരുക്കുവാൻ കടന്നു പോയിരിക്കുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ വാഗ്ദത്തം പാലിക്കുന്നവനാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും, ഓരോ ഗതികളും, ഓരോ വിഗതികളും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു വിളിച്ചൊതുന്നു. ഹല്ലേലൂയ. 5 ഭൂഖണ്ഡങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും, അന്റാർട്ടിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങളും, ലോകത്തിലെ സകല സംഭവങ്ങളും വിളിച്ചോതുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നാണ്. ആ കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിലായിരിക്കുന്ന ദൈവജനം കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ സഭയാകുന്ന മണവാട്ടി, ഹല്ലേലൂയ, ആ കാന്തനാകുന്ന പ്രിയനെ കാത്തിരിക്കുന്ന ആ കാന്ത, ഹല്ലേലൂയ, തങ്ങളുടെ വിളക്കുകളിൽ എണ്ണ തെളിയിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കരിന്തിരി ഒരിക്കലും കത്തിക്കുവാൻ ഇടയാകാതെ ആ വിളക്കുകളിൽ എണ്ണ തെളിയിച്ചുകൊണ്ട് കാത്തിരിക്കുക. അതോടൊപ്പം ഹല്ലേലൂയ, ഇന്നുവരെയും സുവിശേഷം എത്തിയിട്ടില്ലാത്ത, ഹല്ലേലൂയ, ഈ ലോകത്തിൽ അനേക കോടികളുടെ ഇടയിൽ സുവിശേഷം എത്തിയിട്ടില്ല, അതിനായിട്ട് പ്രയത്നിക്കുന്ന ദൈവജനത്തിനെ ഓർത്ത്, ദൈവദാസന്മാരെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഹല്ലേലൂയ ഒരു നല്ല അവസരം നൽകി തന്ന ഫേബ ആന്റിയോടും ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും എളിയവന്റെ കുടുംബത്തിന്റെയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു ക്ഷമവാക്ക് പറയുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതാണ് ഞങ്ങൾ പാടിയത്. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഓർഗൻ ഉണ്ട്, സ്തോത്രം. ഞാൻ ടാമറിനും ഒക്കെ വായിക്കും, പക്ഷേ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സ്ഥല സൗകര്യം ഇപ്പോൾ ഞങ്ങൾക്കില്ല. ദൈവജനത്തിന്റെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഒരു ക്ഷമാവാക്യം പറഞ്ഞു നൽകി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട്, ആന്റിക്ക് നന്ദി കരേറ്റിക്കൊണ്ട്, സ്വതം എല്ലാ കുടുംബത്തിനും എല്ലാ ദൈവജനത്തിനും പിറക്കാൻ പോകുന്ന ഒരു പുതുവർഷം നമ്മുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടർന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ സഹോദരങ്ങൾക്കായിട്ട് കൈമാറുന്നു. സ്തോത്രം. സ്തോത്രം, സ്തോത്രം. താങ്ക് യു ഡാനിയൽ ബ്രദർ ആൻഡ് അന്നമ്മ സിസ്റ്റർ ആൻഡ് പ്രിസ്ക മോളെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു ഹല്ലേലൂയ പ്രചോദിതമായ ഒരു അന്തരീക്ഷം ഹല്ലേലൂയ പാട്ടിൽ കൂടെ നമുക്ക് ലഭിപ്പാൻ തക്കോണം പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രെയർ ലൈനിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് അന്നമ്മ സിസ്റ്റർ. അനേകർക്ക് വേണ്ടി എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കർത്തൃദാസിയാണ്. പ്രിയ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഡാനിയൽ ബ്രദറും മോളും അതുപോലെ ഏകമകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ മരണത്തോട് മല്ലടിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് ജീവനെ പരിപാലിച്ച സാക്ഷ്യങ്ങൾ നാം കേട്ടല്ലോ. നമ്മുടെ ദൈവം വലിയവൻ, വിശ്വസ്തൻ. എല്ലാവർക്കും ഹല്ലേലൂയ കർത്താവിനെ സ്തുതിപ്പാൻ വകയുണ്ട്. നാം കടന്നുപോയ പാതകളിൽ കർത്താവിന്റെ കരം നമ്മെ താങ്ങി വഴി നടത്തി. നമ്മുടെ നിലയറിഞ്ഞ്, കണ്ണുനീരറിഞ്ഞ്, ഹല്ലേലൂയ വേദന അറിഞ്ഞ്, നമ്മുടെ ഭാരം അറിഞ്ഞ്, ഹല്ലേലൂയ സന്തോഷ വേളയിലും സന്താപ വേളയിലും എല്ലാം കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഒട്ടനവധി വിഷയങ്ങൾ നമുക്കുണ്ട്, നന്ദി കരേറ്റുവാനുണ്ട്. ഹല്ലേലൂയ നാം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ ഇനി അധികം സമയമില്ലല്ലോ. ഹല്ലേലൂയ കർത്താവിന്റെ വിലയേറിയ ദാസി ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിന്റെ വചനം നമ്മുടെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നതും കർത്താവിന്റെ ദാസിക്ക് അനേക സാക്ഷ്യങ്ങൾ നമ്മോട് പ്രസ്താവിപ്പാനുണ്ട്. ഹല്ലേലൂയ ആയതിനാൽ സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ. ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല വചനങ്ങളിൽ കൂടെ ഹല്ലേലൂയ എന്നെയും ഹല്ലേലൂയ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ മീറ്റിംഗിന്റെ പേര് പോലെ തന്നെ ഹല്ലേലൂയ നമുക്കറിയാം 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 12-ാം
വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഫെലിസ്ത്യര് ദൈവജനത്തിനെതിരായി ശക്തമായി പോരാടി മുന്നോട്ട് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമിച്ചപ്പോൾ ഹല്ലേലൂയ, തങ്ങളുടെ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒരു യുദ്ധം ചെയ്ത് ജയിപ്പാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇടിമുഴക്കത്തിന്റെ മറവിലാണ് ഇറങ്ങി വന്ന് തന്റെ ജനത്തെ വിടുവിച്ച് രക്ഷിപ്പാനിടയായി തീർന്നു. അവിടെ ഹല്ലേലൂയ ദാനിയേൽ പറയുന്ന യഹോവ ഹല്ലേലൂയ ദാവീദ് പറയുന്നത് യഹോവ ഇത്രത്തോളം നമ്മെ സഹായിച്ചു, ഇതുവരെ എബെനെസറായി നമ്മെ വഴി നടത്തി. ഹല്ലേലൂയ. കാരണം നിൽക്കുവാൻ യാതൊരു സാധ്യതയും കഴിവുമില്ലാതിരുന്ന സ്ഥാനത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് ശക്തമായവരെ വിടുവിച്ചതിന് വേണ്ടി ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ നേർന്ന ഹല്ലേലൂയ മിസ്പയിൽ ഹല്ലേലൂയ കഴിച്ചുകൂട്ടിയതാണ് ഹല്ലേലൂയ എബെനെസർ. ശമൂവേല് ഹല്ലേലൂയ പറയുന്നതാണ് ഹല്ലേലൂയ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ ഇത്രത്തോളം സഹായിച്ചെന്ന് പറഞ്ഞ എബെനെസർ പേരിട്ടതുപോലെ നാമോ ഹല്ലേലൂയ എബെനെസർ ഹല്ലേലൂയ ഫെലോഷിപ്പിലാണ്. ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തില് നന്ദി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ ജീവനെ പ്രാണനെ ഹല്ലേലൂയ മരണത്തിൽ നിന്നും കണ്ണിയിൽ നിന്നും വിടുവിച്ച കർത്താവിന് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ എത്ര സ്തുതിച്ചാലും അത് അധികമല്ല. ഓരോ ശ്വാസത്തിനും നാം സ്തുതി പറയുവാൻ കടപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നന്ദിയുടെ വിഷയം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിൽ പല വെസ്റ്റേണേഴ്സിനെ അപേക്ഷിച്ച് നമ്മൾ പലർക്കും നന്ദി പറയാറില്ല പലപ്പോഴും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ജീവിതത്തിൽ ആ ഒരു ഹാബിറ്റാക്കി മാറ്റി ഓരോ കർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾക്കും ഹല്ലേലൂയ നന്ദി പറയുവാൻ തക്കോണ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഹല്ലേലൂയ എപ്പോഴാണ് സൗഖ്യം വന്നതൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ അവര് പോയ വഴിയിൽ പുരോഹിതനെ കാണിക്കാന്ന് പറഞ്ഞു പോയ വഴിക്ക് അവര് സൗഖ്യമായി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ശമര്യന്മാർ മാത്രം അടങ്ങി വന്ന ഹല്ലേലൂയ കർത്താവിന് നന്ദി കരയേറ്റുന്നു. അത് കർത്താവിന് പ്രസാദമായെന്നുള്ളതാണ് ഹല്ലേലൂയ അവിടെ നമ്മൾ വായിപ്പാൻ കഴിയും. മറ്റ് 9 പേര് എവിടെ? 10 പേരും സൗഖ്യമായല്ലോ എന്ന് കർത്താവ് പറയുവാനിടയായി. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ പ്രത്യേകമായി നന്ദി പറയുവാനുള്ള സമയങ്ങളെ നാം മാറ്റിവെക്കേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണ്. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ കർത്താവിനോടുള്ള അനുസരണത്തില് ഹല്ലേലൂയ പോയ വഴിക്ക് ഹല്ലേലൂയ സൗഖ്യമാകുക. അതുപോലെയാണ് വീഞ്ഞിന്റെ വീട്ടിലെ ഹല്ലേലൂയ അത് ആ കൽപാത്രങ്ങളിൽ നിറയ്ക്കുവാൻ പറഞ്ഞു. എപ്പോഴാണ് വീഞ്ഞായതെന്ന് അറിയത്തില്ല ഹല്ലേലൂയ. എന്നാൽ ആ അനുസരണത്തിന്റെ പേരിൽ ഹല്ലേലൂയ അത് വീഞ്ഞായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തില് അനുസരണത്തോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാനിടയായി തീരും. അനേക വിഷയങ്ങൾ പറയുവാനുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. ഹല്ലേലൂയ തുടർന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മെ നടത്തുമ്പോൾ ഹല്ലേലൂയ നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര വേണം കർത്താവേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവരൊന്നിച്ചുകൂടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ പ്രതികൂലമായ വലിയ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ചേർന്ന് ഹല്ലേലൂയ ആലയത്തിന്റെ മതിലുകളെ പണിയത്തക്കവണ്ണം ദൈവം അവരെ ശക്തീകരിച്ച് ഒരു ശുഭഭാവി ഹല്ലേലൂയ അവർക്ക് നൽകി കൊടുക്കുവാൻ, ഒരു ശുഭയാത്ര നൽകി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രസാദിച്ചതോർത്ത് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ച വചനമാണ് യെശയ്യാ വചനം. എല്ലായ്പ്പോഴും നാം പറയുന്ന വചനമാണ്. 45-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് ഹല്ലേലൂയ പ്രകാരം പറയുന്നു, ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കും. കൊരശിനോട് പറയുന്ന വാക്യമാണ്. ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയച്ച് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർക്കുകയും പോടാമ്പലിലെ ഖണ്ഡിക്കുകയും ചെയ്ത് വാതിലുകൾ ഹല്ലേലൂയ അടയാതിരിപ്പാൻ കതകുകൾ തുറന്നിരിപ്പാൻ എന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ കർത്താവ് ദൂതനെ അയച്ച അനേക സന്ദർഭങ്ങൾ വചനത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ സൊദോമിലേക്ക് ദൂതനെ അയച്ചതായിട്ട് നാം കാണുന്നു. അനേക ഇസ്രായേൽ ജനത്തിന് മുൻപായി ഹല്ലേലൂയ നിങ്ങൾക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കും, അവനോട് വിഘടിക്കരുതെന്ന് പറഞ്ഞ് പ്രത്യേകം ദൂതനെ അയക്കും. നമ്മുടെയും ജീവിതത്തില് ഇവിടെ കോരസിന് വേണ്ടി ദൂതനെ അയക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ല പരിശുദ്ധാത്മാവാകുന്ന ദൈവം ദൂതനായി ഹല്ലേലൂയ നമ്മോട് കൂടെ ഉണ്ടാകയാൽ ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഹൃദയംഗമായി പ്രാർത്ഥിക്കും. കർത്താവേ ഹല്ലേലൂയ എനിക്ക് മുൻപായി ഞാനെല്ലാം മുൻപേ ഓടേണ്ടത്, എനിക്ക് മുൻപായി നിന്റെ ദൂതനെ അയക്കണമേ, നിന്റെ ശക്തി അയക്കണമേ, നിന്റെ ആത്മാവിനെ അയക്കണമേ, നിന്റെ ആത്മാവിനിൽ ഇരുന്ന് പറഞ്ഞു എന്നെ മുന്നോട്ട് നയിക്കണമേ. ഞങ്ങൾക്ക് കഴിവില്ല കർത്താവേ. ഹല്ലേലൂയ എന്തൊക്കെ സംഭവിക്കും നാം അറിയുന്നില്ല. കർത്താവിന്റെ ദാസൻ ദാനിയേൽ ബ്രദർ അനേക സംഭവങ്ങളെ ഹല്ലേലൂയ എടുത്തു പറഞ്ഞ് ഹല്ലേലൂയ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഹല്ലേലൂയ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഹല്ലേലൂയ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കും നമുക്കറിയുന്നില്ല. നാം ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമുക്കറിയാം നമുക്കൊരു ശുഭയാത്ര തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് മുൻപായി തന്റെ ദൂതനെ അയക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇതുവരെ എബെനെസറായി ദൈവം നടത്തിയെങ്കിൽ ഇനിയും യഹോവ ജൈറയായി, യഹോവ ഈരയായി, യഹോവ നിസിയായി, യഹോവ ശലോമായി നമ്മോട് കൂടെ ഇരിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനും ശക്തനുമാണെന്ന് ഇന്ന് രാവിലെ സമയം വിശ്വസിച്ച് നമുക്ക് നന്ദിയുള്ള അതിരങ്ങളാ ദൈവത്തെ നമ്മെ ഓർത്ത് സ്തോത്രം. നമുക്ക് തന്ന
ജീവനെയും പ്രാണനെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹാലേ നമ്മുടെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നടത്തിയ കഴിഞ്ഞ 2025 ഓരോ ദിവസങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് നൽകിയ ആത്മീയ കൂട്ടായ്മകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ശുശ്രൂഷിപ്പാൻ ദൈവം നമുക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. മുൻപോട്ടുള്ള ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അന്യോന്യ സഹായികളായി അന്യോന്യ ഹാലിൽ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് ഹാലിലെ ശുശ്രൂഷകളിലൊക്കെ ഹാലിൽ ആയിരിക്കാൻ ഹാലിലിയ കൂടാതെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനൊക്കെ അനേക മക്കളെ ദൈവം നാളുകൾ ഒരുക്കിയല്ലോ. തുടർന്നും അത് ഒട്ടും കുറഞ്ഞു പോകാൻ അധികം ശക്തിയോടെ മൂർച്ചയുള്ള ആയുധങ്ങളായി കർത്താവിന് വേണ്ടി പോരാടുവാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ള മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നാം പ്രാർത്ഥിക്കുവാൻ പോകണം. ഓരോരുത്തരും അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥന നേതൃത്വം നൽകും. അനേക ദൈവദാസ്യാസന്മാരെ അനേക സൂം മീറ്റിങ്ങുകൾ, എത്ര നല്ല നല്ല വചനങ്ങൾ, കേട്ടിട്ടില്ലാത്ത അനേക വചനങ്ങൾ, അതിന്റെ പൊരുളുകളൊക്കെ തിരിച്ചു തരുവാൻ ദൈവത്തിന്റെ ഭക്തന്മാരിൽ ഭക്തമതിയിൽ കൂടെ ഒക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എത്രത്തോളം വരുവാൻ ഞാൻ എന്തുള്ളൂ ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഒന്നുമില്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ്. കർത്താവിദാസൻ പറഞ്ഞതുപോലെ നമ്മുടെ ശ്വാസം ഹല്ലേലൂയ ഇന്നയോളം ദൈവം നടത്തി, ഇന്നോളം നടത്തിയ ദൈവത്തിന്റെ കൃപയാണ്. ഇനി നടത്താമെന്ന് പറഞ്ഞ ദൈവകൃപ നമ്മെ ഭരിച്ചു വഴി നടത്തട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ നമ്മുടെ ഓട്ടസ്ഥിരതയോട് ഓടുവാൻ ബലം തരട്ടെ. തുടർന്ന് മീറ്റിങ്ങിനെ വഹിച്ചുകൊണ്ട് കോൺഗ്രിഗേഷനെ ഓർത്തുകൊണ്ട് ഇതുവരെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് സകലത്തെയും ദൈവകരങ്ങളിൽ വഹിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സിമി സിസ്റ്റർ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വചനം പറയുന്ന പൊന്നമ്മദാസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. പാട്ടുപാടി നമ്മുടെ മധ്യഹായിരുന്ന ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാം. സിമി സിസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഈ ഒരു വർഷം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവേ, ഞങ്ങളുടെ കർത്താവെ അങ്ങേ അറിയാതിരിക്കുകയും കർത്താവെ അങ്ങയോട് അവിശ്വസത കാണിക്കുകയും ചെയ്ത സമയങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങളോട് കർത്താവെ അങ്ങ് സ്നേഹത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തി കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ പലവിധമായ കുറവുകളും കുറ്റങ്ങളും ഒക്കെ കർത്താവെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴും കർത്താവെ അതെല്ലാം ഞങ്ങൾ ക്ഷമിച്ച് കർത്താവെ അപ്പാ വീണ്ടും കർത്താവെ ഞങ്ങളെ നിഷ്കളങ്കരും വിശുദ്ധരുമാക്കി തീർക്കാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ഞങ്ങളെ ചേർത്ത് നിർത്തി കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ആണ്ടിന്റെ ആരംഭം മുതൽ കർത്താവെ ഇന്ന് വരെയും അങ്ങനെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ ഇരുന്നത് കൊണ്ട് നന്ദി കർത്താവെ. ഇന്ന് ജീവനോട് ഇരിക്കുന്നത് അങ്ങയുടെ കൃപയാകിയാൽ നന്ദി കർത്താവെ. തന്നിരിക്കുന്ന ആയുസ്സിൽ അങ്ങയെ സ്തുതിപ്പാൻ അങ്ങയോട് നന്ദി പറയുവാൻ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓർത്ത് നന്ദി കർത്താവെ. യേശുവേ അപ്പാ അങ്ങയെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവെ. അപ്പാ ദാവീദ് ഗ്രഹത്തിൽ നിന്ന് ജനിച്ച് മരിച്ചുയർത്തേനേറ്റ ഞങ്ങളുടെ യേശു കർത്താവിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. സകലത്തിനും മുമ്പനാകേണ്ടതിന് അവൻ കർത്താവെ ആരംഭവും മരിച്ചുവെന്ന് അതുമായി ഉയർത്തുവനുമാകുന്നുവെന്ന് കർത്താവിന്റെ വചനം പറയുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലും യേശു ക്രിസ്തു മാത്രം മുമ്പനായിരിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സകലത്തിനും ഇമ്പോർട്ടൻസ് കർത്താവായ യേശു ക്രിസ്തുവായി തീരട്ടെ കർത്താവെ. ഞങ്ങളുടെ പ്രയോറിറ്റി ക്രിസ്തുവായി തീരട്ടെ കർത്താവെ. ഈ പുതിയ കർത്താവെ ആണ്ടിലേക്ക് കടക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാളൊക്കെ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവനിൽ വാഴട്ടെ കർത്താവെ. അപ്പാ ഞങ്ങളുടെ കർത്താവെ എല്ലാ വിചാരങ്ങളിലും ചിന്തകളും ക്രിസ്തുവായി തീരട്ടെ കർത്താവെ. അപ്പാ ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഭരിച്ച് നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അബ്രഹാമിന്റെ അനുഗ്രഹം ഞങ്ങൾ ജാതികൾക്ക് ഓരോരുത്തർക്കും വരേണ്ടതിന് ക്രിസ്തു യേശു ഞങ്ങൾക്ക് വരേണ്ടതിന് ആ വാഗ്ദത്ത വിഷയമായ ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു കർത്താവെ. ആ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ വഴി നടത്തട്ടെ. ഞങ്ങളുടെ മേൽ ആധിപത്യം നടത്തട്ടെ കർത്താവെ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ കർത്താവെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യമോ ഇഷ്ടമോ ആഗ്രഹങ്ങളോ അല്ല കർത്താവെ. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ ഈ ദിവസങ്ങളിൽ നടത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിനെയും കർത്താവെ ആദ്യോടന്തം അങ്ങ് വരച്ച് നടത്തുന്നതിനായി സ്തോത്രം. സകലത്തിനും ചന്തോചിതമായി ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഒരു വർഷം മുഴുവൻ കർത്താവെ ഈ മീറ്റിംഗ് നടത്തുവാൻ അങ്ങ് സഭയെ സഹായിച്ചതോർത്ത് സ്തോത്രം. ഇത് അങ്ങയുടെ ശരീരമാണ് കർത്താവെ. അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്ന കർത്താവെ. സഭയിലെ കർത്താവെ ദൈവദാസനെ ദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാസ്നെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അമ്മയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരു വർഷക്കാലം നീ ചെയ്യുവാൻ അമ്മയെ സഹായിച്ചല്ലോ കർത്താവെ. ഉയർത്തുന്ന ജ്ഞാനം അങ്ങയുടെ നിങ്ങൾക്ക് കൊടുത്ത് കർത്താവെ അങ്ങ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അങ്ങ് പറഞ്ഞതുപോലെ കർത്താവെ അങ്ങയുടെ കൃപാക്കായി അങ്ങ് കർത്താവെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ കർത്താവെ ആ പുകഴ്ച അതിന്റെ മകളിലൂടെ വെളിപ്പെടേണ്ടതിന് ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങ് ഉയർത്തുള്ള ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിക്കുക
ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ദാസിയെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ മീറ്റിംഗിന്റെ മേൽ കർത്താവ് ഞങ്ങൾ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, അമ്മങ്ങൾ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ, അതിനെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നതിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവെ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയിലേക്ക് കടക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. അപ്പൊ പിതാവെ, ഇന്നത്തെ മീറ്റിംഗിൽ കർത്താവെ നല്ല പാട്ടുകൾ പാടി ആരാധിക്കാൻ ഞങ്ങളെ കർത്താവെ ദാസിനെ കുടുംബത്തെ ഞങ്ങൾ നടുവിലേക്ക് അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ദാസൻ മിനിസ്ട്രികളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദുഷ്ടൻ തൊടാതെ രക്തത്തിന്റെ പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ അധികമായി എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ബലം പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവെ ആദ്യന്റെ രക്തപ്പെട്ടം ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം പ്രൊട്ടക്ഷനായി ഉള്ളതിനായി നന്ദി പറയുന്ന കർത്താവെ. ഒരു അടുക്കത്തില്ല എന്ന് അങ്ങനെ വാഗ്ദത്തമാകിയാൽ കർത്താവെ രക്തത്തിന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങൾ ചുറ്റുമുള്ള കൈക്കുമത്തനായി സ്തോത്രം കർത്താവെ. ആ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിനെ കർത്താവെ അനുഗ്രഹിക്കണമേ. കടന്നു പോകുന്നവരെല്ലാം ദൈവസാന്നിധ്യം അവരുടെ കർത്താവെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും കുടുംബത്തെ ഉപയോഗിക്കണമേ. അവരുടെ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അതിർത്തികൾ നിസ്സാരമാക്കുന്നില്ല പറയുന്നു കർത്താവെ. ഇനി കർത്താവെ അധികമായി അധികമായി ഉപയോഗിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്ന ഓരോ വ്യക്തികളെ പേരായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതുതായി കടന്നു വന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പൊ അങ്ങയുടെ കൃപയ കർത്താവെ, കടന്നു വന്ന ഓരോരുത്തരോടും ഹൃദ്യമായി സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾ തളർന്നിരുന്നപ്പോൾ നിരാശപ്പെടുമ്പോൾ അനേക ദാസിമാരെ ഞങ്ങൾ നടുവിലയച്ച് ഞങ്ങളുടെ വചനത്തിനോട് ഇടപെട്ട ദൈവസേവകനായി സ്തോത്രം അപ്പ. കടന്നു വന്ന ഓരോ ദൈവദാസിമാരെ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേപ്പ, അവർ മിനിസ്ട്രികളെ അനുഗ്രഹിക്കണമേപ്പ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദാസിമാരോട് കർത്താവെ, ഞങ്ങളോട് വചനം അറിയിച്ച ദാസിമാരെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒന്നും കൊണ്ടില്ലാതെ കർത്താവെ അത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച് കർത്താവെ. ഞങ്ങളുടെ വീടുകല്ലേ കഴിവല്ലേ കർത്താവെ. ഞങ്ങളുടെ മതിന്റെ രക്ഷയായിരുന്നു കർത്താവെ. ഞങ്ങളുടെ സ്തുതിയായിരുന്നു കർത്താവെ. പരിപാലിച്ചതായി സ്തോത്രം. കർത്താവിന്റെ വചനം പറയും ഞങ്ങളുടെ പകൽ വെളിച്ചം സൂര്യനല്ല, ഞങ്ങളുടെ ചന്ദ്രനല്ല, ഞങ്ങളുടെ പ്രകാശം, ഞങ്ങളുടെ തേജസ് കർത്താവെ. ഞങ്ങളുടെ സൂര്യൻ അസ്തമിക്കുകയില്ല, ചന്ദ്രൻ കർത്താവ്. ഞങ്ങളുടെ ദുഃഖകാലം കർത്താവിന്റെ ചരിത്രത്തിന്റെ മേൽ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ കർത്താവെ വചനം അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദുഃഖകാലം അനുഭവം കർത്താവെ ഞങ്ങളുടെ സ്തോത്രം. ഞങ്ങളുടെ ദൃഷ്ടി അങ്ങയുടെ മേൽ മാത്രമായി തീരട്ടെ കർത്താവെ. ഞങ്ങളെ കർത്താവെ വിശുദ്ധ ഗുരുഹിയൊടിച്ച് കർത്താവെ സ്വർഗീയോഹരിക്കാരാക്കി തീർത്ത ഞങ്ങളുടെ വിപകരിക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എന്നെ സമ്മതിക്കത്തില്ല കർത്താവെ. ദുഷ്ടന്റെ തന്ത്രങ്ങളെ ഞങ്ങൾ അറിയുന്നവരാണല്ലോ കർത്താവിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ച് കർത്താവെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കർത്താവെ അയോചനമായ കാര്യങ്ങളെ ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ഞങ്ങളുടെ കർത്താവെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഞങ്ങൾ വളരെ കർത്താവെ പരിജ്ഞാനത്തിൽ പിൻകർത്താവിക്കുന്ന മനുഷ്യനെയാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത്. കർത്താവെ വചനം കേൾക്കുമ്പോൾ ക്രിസ്തുവിനോട് തീരട്ടെ കർത്താവെ. അപ്പൊ അങ്ങനെ വചനം പറയുന്നത് പോലെ കർത്താവെ സകല അഴുക്കും ദുഷ്ടതയെ ആദിക്കവും വിട്ട് ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ള ഈ വചനം സൗകര്യത്തോടെ കൈക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറട്ടെ. എല്ലാ കർത്താവെ വേണ്ടാത്ത വ്യാകുലങ്ങൾ മാറട്ടെ കർത്താവെ. എല്ലാ നിരാശകൾ മാറട്ടെ കർത്താവെ. വചനം ഞങ്ങളോട് ഇടപെടുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നമ്മൾ മാത്രമായി തീരട്ടെ കർത്താവെ. പരിശുദ്ധാത്മാവ് അതിനെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. വചനവുമായി ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന ദൈവദാസിയെ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന അതിന് കൊടുത്തു വചനമായ കർത്താവെ ഞങ്ങളോട് ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. വചനത്തിന് ബന്ധനമില്ലല്ലോ. വചനം അതിന് ക്രിയ ചെയ്യാതെ മടങ്ങി പോകത്തില്ല കർത്താവെ. നിരാശയിലായിരിക്കുന്നവർക്ക് കർത്താവെ ആശ്വാസം പകരുന്ന വചനമായി കർത്താവെ ദാസിയിലൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് കർത്താവെ സൗഖ്യമായി അങ്ങനെ വചനമായി ചെന്ന് വിടുവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദാസിയെ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഉപദ്രവിക്കപ്പെടുന്നു കർത്താവെ. ആരും ഉണ്ടെങ്കിൽ കർത്താവ് വചനം കർത്താവെ ശക്തിയായി ശക്തിയായി അവരുടെ പ്രവർത്തിക്കുന്ന പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ദൈവദാസിയെ ഞങ്ങൾ നയിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ
ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ദാസിയുടെ കർത്താവേ, പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്ന സമയങ്ങൾ അങ്ങനെ നന്ദി പറയുന്ന കർത്താവെ, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആ ജീവൻ ഞങ്ങളുടെ നന്ദി വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ഈ പുതിയ വർഷത്തേക്ക് കടന്നു ഞങ്ങളുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കട്ടെ കർത്താവെ. ഞങ്ങളെ വിളിച്ച വിളി എന്തെന്ന് കർത്താവ് തിരിച്ചറിയേണ്ടത് വിളി തിരഞ്ഞെടുപ്പ് കർത്താവ് ഇന്നത്തെ വചനം അതിവേണ്ടി കർത്താവെ ഞങ്ങൾക്ക് നിത്യത്തിലേക്ക് ധാരാളമായി പ്രവേശനം ലഭിക്കുമെന്ന് കർത്താവിന്റെ വചനം ഇന്ന് വചനദാസ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ നിത്യത അടുപ്പിക്കുന്നതാകട്ടെ കർത്താവെ. ഞങ്ങളുടെ വേണ്ടാവിനൊക്കെ ശക്തി വെളിപ്പാക്കി കർത്താവെ ക്രിസ്തുവിനോട് ഒന്നുകൂടെ അടുപ്പിക്കുന്നതാക്കി തീർക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ വചനം അതിനായി ദൈവദാസിയെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദാസിയെ കർത്താവെ മിനിസ്ട്രികളെ സകലം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം, സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് യേശുവെ അങ്ങ് സകല മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേട്ടുത്തരമല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിച്ച സിസ്റ്ററിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നന്ദി പറയുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പല ദേശങ്ങളിൽ നിന്ന് ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ കൂടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്കും ദൈവദാസിദാസന്മാർക്ക് അല്ലെ ദൈവ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്നേഹവും വന്ദനവും ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് മലയാള ഫെലോഷിപ്പിൽ വ്യക്തിപരമായി ഞാൻ അറിയിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ ധാരാളമായിട്ട് ഹല്ലേലൂയ എല്ലാവരെയും അനുഗ്രഹിച്ച് ജയത്തോടെ വഴി നടത്തട്ടെ. കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടുവന്നു, പാലിച്ചു കൊണ്ടുവന്നു. ഇനിയും പുതുവർഷം നമുക്ക് തരുന്നുവെങ്കിൽ അനുഗ്രഹമായിട്ട് ഹല്ലേലൂയ മുന്നോട്ട് നടത്തുവാൻ ദൈവം വിശ്വസ്തനും ശക്തനുമാണ്. ഹല്ലേലൂയ. നമ്മോട് ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിക്കാഗോ, അമേരിക്കയിൽ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മോടൊപ്പം കർത്താവിന്റെ ദാസി ജോയിൻ ചെയ്തിരിക്കും. തനിയെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശ്വാസ ജീവിതം നയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവമകളാണ്. ജോലിയോടൊപ്പം അവിടെ ആയിരിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ചു സേവിച്ചു മുന്നോട്ട് പോകുന്നു. കുടുംബത്തിൽ ഹല്ലേലൂയ പലരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. തന്നെ അനുഭവ സാക്ഷ്യങ്ങളും തന്നെ പരിചയപ്പെടുത്തിയ സാക്ഷ്യങ്ങളും അല്ലെ ദൈവം കൊടുത്ത പ്രകാശിപ്പിച്ച വചനങ്ങളുമായിട്ടാണ് നമ്മുടെ മധ്യത്തിൽ നിന്ന് ആകുവാൻ ആഗ്രഹിക്കുന്ന നാട്ടിലെ കോട്ടയം നാഗമ്പട സ്വദേശിയാണ് കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. തനിക്ക് അനേക കാര്യങ്ങൾ നമ്മോട് കർത്താവിനെ ചെയ്ത വിഷയങ്ങൾ പറയുവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒട്ടും ഹല്ലേലൂയ സമയം നമ്മുടേതായിട്ട് എടുക്കുന്നില്ല. കർത്താവിന്റെ ദാസിക്ക് സമയം വിട്ടു കൊടുക്കുന്നു. ലാസ്റ്റ് നമുക്ക് കർത്താവിന് വീണ്ടും നന്ദി പറഞ്ഞ് ഒരു പുതുവർഷത്തെ ഹല്ലേലൂയ വരവേൽക്കുവാൻ ഒരുങ്ങിക്കൊണ്ട് തിടുക്കത്തോടും ഒരുക്കത്തോടും കൂടെ ആയിരിക്കാം. ഇന്ന് അനേകർക്ക് മീറ്റിംഗ് ഉള്ള ദിവസമാണ്. വളരെ തിടുക്കത്തോടാണ് പലരും ജോയിൻ ചെയ്ത്, പലർക്കും ജോയിൻ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഹല്ലേലൂയ എത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞു സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രിയ പൊന്നമ്മദാസ് അവറുകളെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കേൾക്കാമോ സിസ്റ്ററെ? കേൾക്കാം. ഓക്കെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ഫെലോഷിപ്പിൽ ഞാൻ ആദ്യമേ കുറച്ച് ദിവസം മുമ്പ് ദൈവത്തിന്റെ നാമത്തിൽ കടന്നു വന്നു. അന്ന് എന്നോട് സിസ്റ്റർ ചോദിച്ച് കുറച്ച് സമയം ഒന്ന് സാക്ഷ്യം പറയാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചുകൂടെ താമസിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് അനുഗ്രഹമേറിയ പാട്ട് പാടിയ പ്രിയ പാസ്റ്ററേയും മകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ സഹോദരിയെയും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രിയ മകളെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ സിംഗപ്പൂരിലുള്ള ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ദേവസിസ്റ്ററിനോടും പാസ്റ്ററിനോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ പ്രാസംഗികയോ ഒന്നുമല്ല, കർത്താവ് തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം അത് ഞാനിപ്പം ഈ വചനം ഇത് സാക്ഷി തന്നെ പറയാൻ വന്നത്. ഞങ്ങളുടെ റേമ പ്രയർ മിനിസ്ട്രിയിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായി. ഞാൻ പ്രാർത്ഥനയിൽ പ്രത്യേക ഒരു ആത്മീയ ഒരു സന്തോഷം, നീ നിന്റെ സാക്ഷി എല്ലാവരോടും പറയണം, നമ്മുടെ ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്നുണ്ട്. അതുപോലെ അപ്പൊ എനിക്ക് തോന്നി എന്റെ സാക്ഷ്യം എല്ലായിടത്തും പറയുക, എന്റെ കർത്താവ് അറിയട്ടെ, എനിക്ക് ദൈവം ചെയ്ത നന്മകള് അറിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ യാക്കോബയുടെ മകനായ അശൂര് പറയുന്നത് പോലെ ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞാൻ അഭ്യസിച്ചിട്ടില്ല, പരിശുദ്ധനായവന്റെ പരിജ്ഞാനം ഒന്നും എനിക്കില്ല. എങ്കിലും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം
നിങ്ങളോട് വചനം പറയുവാൻ കർത്താവിനെ ശരണപ്പെടുന്നു. സിസ്റ്റർ പറഞ്ഞപ്പം നമ്മുടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ആ വചനം തന്നെയാണ് ഞാൻ 1-2 വചനം പറഞ്ഞ് എന്റെ സാക്ഷ്യവും പറഞ്ഞ് നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായി നെഹമ്യാവിന്റെ പുസ്തകം സ്തോത്രം 1-3 1-4 വായിച്ച് സഹായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ വായിക്കാം. സ്തോത്രം. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്തോത്രം 1 നെഹമ്യാവിന്റെ പുസ്തകം അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇക്കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് തന്നെ താഴ്ത്താം. കർത്താവേ യേശുവേ, മഹാപരിശുദ്ധനെ, കർത്താവേ, ഈ വചനം പറയുമ്പോൾ എന്റെ യേശുവേ, ഇത് ദൈവഹിതമല്ലാത്ത ഒരു വാക്കുപോലും അടിയന്റെ വായിൽ വരരുത്. കേൾക്കുന്നവർക്കും വചനം പറയുന്ന അടിയനെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം, വഴി നടത്തണം. എന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതെ, അതിന് അവര് നെഹമ്യാവിന്റെ അടുത്ത് വരുമ്പോഴത്തേന് അവര് പറയുന്നു, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും കിടക്കുന്നെന്നാണ് പറയുന്നത്. അപ്പം യെരൂശലേമിനെ കുറിച്ച് ഓർത്ത് നെഹമ്യാവ് ഒത്തിരി കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ച്. നമ്മൾക്കും ഒക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ വരുന്നതിന് മുമ്പേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ നെഹമ്യാവ് വല്ലാതെ കരഞ്ഞും സങ്കടപ്പെട്ടു ഒക്കെ ഇരുന്ന്. പക്ഷെ സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമാണ്. അപ്പം നമ്മുടെ ദൈവം, നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ നമ്മുടെ ദാസന്മാര്, ദൈവത്തിന്റെ ദാസന്മാരെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും കർത്താവ് ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതുമാണ്. അപ്പം ഒത്തിരി സങ്കടത്തോടെ ഭാരത്തോടെ കഴിയുമ്പോഴത്തേന് ഈ പിറ്റേ ദിവസം രാജാവിന്റെ മുന്നിൽ ഈ നെഹമ്യാവ് ചെല്ലുമ്പോഴത്തേന് അത് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഇതിൽ നെഹമ്യാവിന്റെ 1:10 പറയുന്നു, കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെയും പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ ഉള്ളതായിരിക്കണമേ. ഇന്ന് അടിയൻ ഈ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാണ്. അതായത് രാജാവിന്റെ ദാസനാണ്, രാജാവിന്റെ സ്തോത്രം രാജാവിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് രാജാവിന്റെ തിരുസന്നിധിയിൽ ചെന്ന് ഈ വചനം പറയുവാൻ ശക്തി തരണേ എന്ന് പറയുക. അപ്പം രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ രാജാവ് ചോദിക്കുന്നുണ്ട്, നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? നിനക്ക് പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നും ഇല്ലല്ലോ എന്ന് രാജാവ് ചോദിക്കുക. അതായത് നെഹമ്യാവ് 2:2 രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നുണ്ട്, നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് കാണും, നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മുടെ മുഖത്ത് കാണും. അപ്പം ഈ രാജാവിന്റെ രാജ്ഞി ഇരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേന് ഈ സ്തോത്രം നെഹമ്യാവ് പറയുന്നുണ്ട്, അപ്പോൾ താൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നു, എന്റെ മുഖം വാടാതെ ഇരിക്കുന്ന എങ്ങനെ? അതായത് നമ്മുടെ പിതാക്കന്മാരിരിക്കുന്ന ആ പട്ടണത്തിന്റെ വാതിൽ ഇടിഞ്ഞു കിടക്കുന്നു, മതിലുകൾ തകർന്നിരിക്കുന്നു, അപ്പൊ എന്റെ മുഖം എങ്ങനെ വാടാതിരിക്കുമെന്നാണ് രാജാവിനോട് ചോദിക്കുന്നത്. അപ്പൊ രാജാവ്, നിന്റെ അപേക്ഷ എന്താന്ന് ചോദിക്കുക. എന്ത് എന്ന് ചോദിച്ച ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. രാജാവ് ചോദിക്കാനായിട്ട് രാജാവിനൊരു മനസ്സ്, ആ മനസ്സിനകത്തേക്ക്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നുകൊണ്ടാണ് നെഹമ്യാവിനോട് അങ്ങനെ ചോദിച്ചത്. അല്ലെങ്കിൽ ഒരു രാജാവ് അങ്ങനെ ചോദിക്കത്തില്ല, ഇപ്പൊ നിന്റെ അപേക്ഷ എന്താ, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം രാജാവിന് തിരുവുള്ളമുണ്ടായ അടിയനോട് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയന് യെഹൂദായിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറ ഉള്ള പട്ടണത്തിലേക്ക് അയക്കണം. അതായത് രാജാവിന്റെ മനസ്സിൽ ദയ ഉണ്ടാകണം. അപ്പൊ എന്റെ പിതാക്കന്മാരുടെ പട്ടണത്തിലേക്ക് അയച്ച് ആ മതിൽ കെട്ടുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് രാജാവിനോട് പറയും. അപ്പൊ രാജാവ് അതിനുള്ള വഴി, അതായത് കടന്നു പോകേണ്ടിയ സ്ഥലത്തും ഏതെല്ലാം സ്ഥലത്തു കൂടി പോകണം, അതിനുള്ള സാവകാശവും അവകാശവുമായിട്ടുള്ള എല്ലാ രേഖകളും, അത് പട്ടണം പണിയാനുള്ള തടി വരെ രാജാവ് നെഹമ്യാവിന് കൊടുക്കാനുള്ള ഒരു ഉള്ളം ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആ നെഹമ്യാവിന്റെ രാജാവിന്റെ ഉള്ളത്തോട് ഇടപെട്ട്. അതാ പറഞ്ഞ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരായ, ദൈവത്തിന്റെ ഒരു ഫേവർ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്കൊരു വസ്തുവിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളായിട്ടുള്ള രേഖകൾ, എന്താ നമുക്ക് വേണ്ടി, അത് നമുക്ക് ദൈവം നമ്മളോടൊരു ഫേവറേറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എത്തിച്ചു തരും. രാജാവ് തന്നെ നിനക്ക് എത്ര മാസം വേണമെന്ന് ചോദിക്കുന്നേ. അപ്പം അവിടെ രാജാവിന്റെ മുഖ്യമായിട്ടുള്ള ഒരാളാണ് നെഹമ്യാവ്. എങ്കിലും രാജാവ് ചോദിക്കുക, നിനക്ക് എത്ര നാള് വേണമെന്നാ രാജാവ് ചോദിക്കുന്നത്. അപ്പൊ അത്രത്തോളം സന്തോഷത്തോടെ രാജാവിന്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചത് കൊണ്ടാണ് നെഹമ്യാവിനോട് അങ്ങനെ ചോദിക്കാൻ പറ്റിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും, നമുക്ക് വസ്തുതർക്കങ്ങളും മറ്റുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പം വിദേശത്ത് പോകാനായിട്ടുള്ള ചാൻസ്, അല്ലെ നമ്മുടെ പറമ്പിന്റെ കാര്യങ്ങൾ, നമ്മുടെ കേസിന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മളൊരു ഫേവർ ഉള്ളവരായിട്ട് നല്ല മനസ്സോടെ ഇരുന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് മനസ്സലിയും. നമ്മൾക്ക് തരാനുള്ളവര് നമ്മൾ പോലും അറിയാതെ ആ രേഖകൾ നമ്മളുടെ കൈകളിൽ എത്തിക്കും എന്ന് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ പറയാൻ. ആ രാജാവിനോട് ആ ഉള്ളം തോന്നി 52 ദിവസം കൊണ്ട് ആ പട്ടണം പണിതെന്ന് പറയുന്നു നെഹമ്യാവ്. അതിന്റെ ഇടയ്ക്ക് പലരും വന്ന് പറയുന്നു കൊല്ലാൻ പോവാന്ന് വരെ പറയുമ്പോഴും നെഹമ്യാവ് പറയുന്നു, ഞാൻ എന്താ ഓടിപ്പോകണമോ എന്നാ ചോദിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ ഒരു ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആ സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മൾക്ക് ഏത് ആപത്തിൽ നിന്നും ഏത് സ്ഥലങ്ങളിൽ നിന്നും നമ്മൾക്ക് പോരാൻ പറ്റും. ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും നമ്മുടെ തടസ്സമായി കിടക്കുന്ന എല്ലാ രേഖകളും, എല്ലാ തടസ്സപ്പെട്ട് കിടക്കുന്ന നമ്മൾക്ക് കിട്ടേണ്ടിയ എല്ലാ ഔദാര്യങ്ങളും, നമുക്ക് കിട്ടേണ്ടിയ നന്മകളും ദൈവം നമ്മൾക്ക് വേണ്ടി തരും. നെഹമ്യാവിനോട് ഇടപെട്ട ദൈവം നമ്മളുടെ കൂടെ ഇന്നുമുള്ള ദൈവമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്തോത്രം വാസി നമ്മുടെ എസ്തേറിനെ കുറിച്ചും അതിൽ നിന്നൂടെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്റെ സാക്ഷ്യം പറയും. ഞാൻ വചനമൊക്കെ വലിയ പ്രസംഗമൊന്നുമില്ല ഇതിൽ. നന്നായിട്ട് വചനം സംസാരിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും പോലും പരിശുദ്ധാത്മാവിന്റെ കൃപയോടെ വചനം ശുശ്രൂഷിക്കുന്ന എല്ലാ ദാസന്മാരും ദാസിമാരുമാണ്. അപ്പം ഞാൻ പറയുന്ന വചനങ്ങള് നമ്മളുടെ വചനത്തിൽ കേൾക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ തന്നെ അതെടുക്കുക, കർത്താവിന്റെ സാന്നിധ്യം കൂടിയിട്ട്. ഇതേപോലെ വാസി രാജകുമാരി ഒരു കൊച്ച് ഒരു ഇഷ്ടക്കേട് കാണിച്ചത് കൊണ്ട് അവിടെ വാസി രാജകുമാരിക്ക് പകരം നമ്മുടെ എസ്തേറിനെ രാജകുമാരിയാക്കുവാൻ അത് സ്തോത്രം. അപ്പൊ ആ കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മളുടെ പല പട്ടണങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ വന്നെന്നാ പറയുന്നത്. അനേക സുന്ദരിമാരെ കൊണ്ടുവന്ന്. പക്ഷെ എസ്തേറിനെ കണ്ടപ്പോൾ രാജാവിന് ഒത്തിരി ഇഷ്ടം തോന്നി. അതായത് ദൈവം അവളോട് കൂടുതൽ ഇടപെട്ട്, അവൾ വലിയ സുന്ദരി ആയിരുന്നെന്ന് നമ്മുടെ ബൈബിളിൽ ഒന്നും പറയുന്നില്ല. എങ്കിലും രാജാവിനും അവിടെ ഇരുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേ. ഒരുപാട് ഇഷ്ടം. രാജാവിന്റെ ഉള്ളത്തോട് ഇടപെട്ട് അവളെ അത്രയ്ക്കും സ്നേഹിക്കാനായിട്ട്. എന്നാലും സ്തോത്രം ഈ സ്തോത്രം എസ്തേർ, ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. മൊർദെഖായി വിഷമിച്ചിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഞാനത് എസ്തേറിന്റെ പുസ്തകം 5 സ്തോത്രം, ഹല്ലേലൂയ യേശുവേ, 2:5. എന്നാൽ ശൂഷൻ രാജധാനിയിൽ ബന്യാമീനനായ കീശിന്റെ മകനായ ശിമെയിയുടെ മകനായ യായിരിന്റെ മകൻ മൊർദെഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ യെഖൊന്യാവോട് കൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും
യെരുശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ അവളെ അത്രയും ഇഷ്ടത്തോടെ അവളെ കൊണ്ടുവന്നു. പക്ഷേ സ്തോത്രം, രാജാവിന്റെ അടുത്ത് അവളെ കൊണ്ടുവന്ന് അവള് ഓരോ കാര്യങ്ങൾക്കും അവിടുത്തെ ഷണ്ടനായ ആ മനുഷ്യൻ, അതായത് അവളെ ഫേവറേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആ മനുഷ്യൻ അവൾക്ക് എന്ത് കൊടുക്കുന്നു അത് മാത്രമല്ലാതെ മറ്റൊന്നും അവള് രാജാവിനോടോ അല്ലെ അവരോടോ ആവശ്യപ്പെടുന്നില്ല. അങ്ങനെയാണ് ഗോത്രത്തെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ആ അവസരത്തിൽ നമ്മുടെ മൊർദെഖായി സങ്കടത്തോടെ വന്ന് പടിവാതിക്കൽ ഇരുന്നപ്പോൾ എസ്തേർ അവളുടെ തോഴനോട് കൂടെയുള്ള ആളിനോട് പോയി അന്വേഷിക്കാൻ പറയുമ്പോഴാ പോയി അന്വേഷിച്ചിട്ട് തിരിച്ചു വന്ന് ആ സമയം പറയുന്നു, ഇതുപോലെ ഒരു ആപത്ത് നമ്മൾക്ക് വരുന്നു. അപ്പൊ നീ രാജസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് നീയും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, നിനക്കും അവള് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അതുപോലെ തന്നെ എസ്തേറിന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജാവിന്റെ കൽപ്പനയില്ലാതെ ആരും പ്രത്യേകിച്ച് അവിടെ ചെല്ലരുതെന്നൊരു കൽപ്പന ഉള്ളത് കൊണ്ട് ഇവൾക്ക് അവിടെ പോകാനും പറ്റുകയില്ല. എങ്കിലും അവള് പറഞ്ഞു, നമ്മൾക്ക് ഒരു 3 ദിവസത്തെ ഉപവാസം തീരുമാനിച്ച്. സ്തോത്രം. അത് ഒന്ന് വായിക്കണേ. എനിക്ക് എസ്തേറിന്റെ പുസ്തകം 6-ന്റെ സ്തോത്രം അധികം സ്നേഹിച്ചു. 2-17 2-7 ഒന്ന് വായിച്ചേ. എസ്തേറിന്റെ പുസ്തകം. സോറി. സ്തോത്രം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ചു. അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. അതുവരെ വന്നില്ലേ? ഓക്കെ. അതിനു മുമ്പ് ഓക്കെ. അപ്പൊ ഏതായാലും രാജാവിന്റെ അടുത്ത് തന്നെ ചെല്ലാമെന്ന് എസ്തേർ തീരുമാനിക്കുകയാണ്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അത് മൊർദെഖായിയോട് പറയും. നമ്മുടെ അടുത്ത് എല്ലാവരും 3 ദിവസത്തേക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഉപവാസം കഴിഞ്ഞിട്ട് അവള് ഏതായാലും എനിക്ക് സങ്കടം വന്നാലും കുഴപ്പമില്ല, രാജാവിന്റെ അടുത്ത് ചെല്ലാവുന്ന. രാജാവിരുന്ന രാജധാനിക്ക് നേരെ അവള് ചെല്ലുമ്പോൾ രാജാവ് പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടുവാനായിട്ട് തക്കവണ്ണം ഇടയായി. അത് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അവളോട് കൂടെ ഇരുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുവാൻ ഇടയായത്. വാസി രാജകുമാരിക്ക് പകരം എസ്തേറിനെ രാജകുമാരിയാക്കാനും എല്ലാം അവളുടെ ഒരു പ്രത്യേകത, ആ സ്നേഹം, അവളുടെ ഉപവാസം. അതുകൊണ്ട് നമ്മളും ഈ ദിവസം ഇതിന്റെ അവസാനമായി നമ്മൾ ഉപവസിക്കുക, നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക. തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ നേരെയും നമ്മുടെ കർത്താവായ യേശു ചെങ്കോല് നീട്ടട്ടെ, നമ്മൾ അതിൽ അനുഗ്രഹമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും, നമ്മൾക്ക് സ്ത്രീകളാണ്, നമ്മൾക്ക് ഒരുപാട് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിനു വേണ്ടി, രാജ്യത്തിനൊക്കെ വേണ്ടി ുവാനും ദൈവം അനുഗ്രഹം തരും. ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു നല്ലത്, ഈ 2025 കഴിഞ്ഞ് 26-ാമത്തെ വർഷം നല്ലതുണ്ടാകാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോടൊരു കനിവ് കാണിക്കാൻ, നമ്മൾ ദൈവത്തിന്റെ ഫേവറേറ്റ് ആയിട്ട് തീരുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവിന്റെ വചനം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇനി എന്റെ സാക്ഷ്യത്തിൽ നിന്ന് പറഞ്ഞ് നമുക്ക് പോകാം. അപ്പം മനസ്സിൽ തോന്നുന്ന വചനം ഞാൻ സംസാരിച്ചോളാം. സ്തോത്രം. ഞാനിത് മാറ്റട്ടെ. സ്തോത്രം. ദൈവമേ, കേക്കാമോ? ഇപ്പൊ കേക്കാമോ? കേക്കാം സിസ്റ്റർ. യേശുവിന്റെ നാമം. സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എന്റെ പേര് പൊന്നുമ്മ ദാസപ്പൻ എന്നാണ്. ഞങ്ങള് ഹിന്ദു ഫാമിലിയിൽ നിന്ന് ഞാൻ വന്നതാണ്. ഹിന്ദുവാണ് ഞാൻ. ഹിന്ദു നായര് പണിക്കർ തറവാട്ടിലെയാണ് ഞാൻ. എനിക്ക് 5 പേര് ഞങ്ങള് സഹോദരങ്ങള്. എൻ്റെ അമ്മ സ്തോത്രം. ഞങ്ങള് കുറിച്ചി ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായി എൻ്റെ വീട്. എൻ്റെ അമ്മ
8 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത് എൻ്റെ അച്ഛൻ. അത് അമ്മയുടെ അമ്മാവന്റെ മോൻ, അതായത് അങ്കിളിന്റെ മോനാണ് എൻ്റെ അച്ഛൻ. അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് 5 സഹോദരങ്ങളാണ് ഞങ്ങള്. അമ്മയ്ക്ക് 35-ാമത്തെ വയസ്സിൽ അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പം മൂത്ത ആങ്ങളേക്ക് 20 വയസ്സുണ്ട്, ഇളയത് 14 വയസ്സ്, 13 വയസ്സ്, 12 വയസ്സ്, 9 വയസ്സ്, അങ്ങനെ ഞങ്ങൾ 5 മക്കളായിരുന്നു ഞങ്ങള്. അത് കഴിഞ്ഞ് എൻ്റെ ചിറ്റ കോട്ടയത്താണ് താമസിക്കുന്നത്. അവിടെ ചിറ്റ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുക. അന്നത്തെ കാലത്ത് വലിയ ശമ്പളം ഒന്നും ഇല്ലെങ്കിലും ചിറ്റയ്ക്ക് 5 മക്കളുണ്ട്. ആ കൂടെ ഞങ്ങളും 5 മക്കൾ. അങ്ങനെ ഞങ്ങളിവിടെ കഴിയുന്ന കാലമായിരുന്നു. അങ്ങനെ പിള്ളേരെ അനിയത്തിമാര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അമ്മയില്ലാത്ത ദുഃഖം, ഞങ്ങൾ അതുവരെ സങ്കടങ്ങളൊന്നും അറിയാതെ ഞങ്ങളുടെ അമ്മയും അച്ഛനും ഞങ്ങൾ വളർത്തി. പിന്നെ ഒരുപാട് കഷ്ടപ്പാടിലേക്ക് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് 17-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവന്റെ മോൻ എന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് താമസിക്കുക. അങ്ങനെ 3 മക്കൾ എനിക്കുണ്ട്, 2 മോനും 1 മോളും. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലത്ത് ഇളയ മോൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഈ അമേരിക്കയിലേക്ക് വരുമ്പോൾ അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടി. എനിക്ക് 35 വയസ്സുള്ളപ്പം എനിക്ക് അമേരിക്ക വരാനായിട്ട് പറ്റി. അങ്ങനെ അമേരിക്കയിൽ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ വന്നു. എൻ്റെ ബ്രദർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അമ്മാവന്റെ മോനായി എന്നെ കെട്ടിയാളുടെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു പ്രോഗ്രാമിന്റെ കൂട്ടത്തിലാണ് വന്നത്. ഇന്നസെന്റ് ഓർ ഇന്നസെന്റ് എന്ന് പറയുന്ന 2002 ഒരു പ്രോഗ്രാമിൽ അവരുടെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ്, പക്ഷെ ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടുന്നൊരു വ്യക്തിയല്ലായിരുന്നു. അപ്പൊ ഞാൻ ആ കലാകാരിയായിട്ട് ഇവിടെ വന്നു. അവിടെ ബ്രദറിന്റെ കൂട്ടത്തിൽ താമസിച്ചു. അങ്ങനെ ഈ അമേരിക്കയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാനിവിടെ ചെറുതായിട്ട് ഇവിടെ മറിയാമ്മ പിള്ളை എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അവർക്ക് ഒരു നേഴ്സിംഗ് ഹോം ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങള് സാറ്റർഡേ സൺഡേ 2 ദിവസം അവരുടെ കൂടെ പഠിക്കാനായിട്ട് ഞാൻ പോകും. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അത്രയ്ക്ക് അറിയത്തില്ല, അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ല, 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേന് അവര് മലയാളം ഇംഗ്ലീഷ് ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ അവരത് മലയാളത്തിലാക്കി തരും. അങ്ങനെയാണ് ഞാൻ പഠിച്ച് ജോലിയിൽ കയറിയത്. അപ്പൊ അങ്ങനെ ആ സ്ഥാനത്ത് അവിടെ നിൽക്കുമ്പോഴത്തന്നെ ഞാനിവിടെ വന്ന് ഞാനൊരു ഡോക്ടറിന്റെ ഫാമിലിയിലാണ് താമസിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു മുറി, ഒരു ബേസ്മെന്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ബേവാൻഡിക്കൊക്കെ അറിയാമായിരിക്കും, ഇവിടെ ഈ ബേസ്മെന്റിലാകുമ്പോൾ ഭയങ്കര ഇരുട്ടൊക്കെയാണ്. അതുപോലെ ആ ഇരുട്ടുള്ള ആ ഒരു മുറിയാണ് എനിക്ക്. അപ്പൊ അവിടെ ആ മുറിക്കകത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. എനിക്കൊരു ബെഡും ഇതൊക്കെ ഉണ്ട്. അവിടെ എൻ്റെ കുറെ ഭഗവാന്മാരുടെ ഫോട്ടോസും എല്ലാം വെച്ച് ഞാൻ അവിടെ രാവിലെ പൂജ, ഉച്ചയ്ക്ക് പൂജ, ജോലി കഴിഞ്ഞ് വന്ന ഉടനെ അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുമ്പോഴാണ് ഇവിടെ വന്നൊരു 3 മാസം കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട്, ഞാൻ ഒന്നാമത് ഭക്ഷണം കഴിക്കത്തില്ല, ഉറങ്ങത്തില്ല. എന്ന് വെച്ചാൽ പിള്ളേരും ഒക്കെ ഇട്ടിട്ട് 35 വയസ്സ് ഞാൻ മോള് 12-ാം ക്ലാസ്സിലേക്ക് ആക്കി വെച്ച് ഒന്ന് മോളെ, മോൻ 11, ചെറിയ മോൻ 7-ാം ക്ലാസ്സിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പൊ എനിക്ക് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കത്തില്ല. അന്ന് ഞാൻ വെറും 45 കിലോ തൂക്കവേ ഉള്ളൂ. 45 കിലോ തന്നെ കാണുമോന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഈ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന, തിങ്കളാഴ്ച ദിവസം പ്രാർത്ഥനയുണ്ട്, അന്ന് ഭക്ഷണം കഴിക്കത്തില്ല. പിന്നെ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അതൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ചെറിയ നിലവിളക്കും എല്ലാം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കർപ്പൂരം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ പൂജയും കാര്യങ്ങളും, ഞങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ട ഓരോരുത്തർക്കും 3-4 ദൈവങ്ങളൊക്കെ, ആ ദൈവങ്ങളെ എല്ലാം വെച്ച് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ 3 മാസമൊക്കെ കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് ജോലിയിലൊക്കെ പോകാൻ തുടങ്ങി. ഇന്നിപ്പോ ഒരു 3 വർഷം കഴിയാൻ തുടങ്ങുന്ന ആ സമയത്താണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് എനിക്ക് ബ്രസ്റ്റിനൊരു എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഈ നാട്ടിലാകുമ്പോൾ ഒത്തിരി മനോരമ, വനിതയൊക്കെ ഞാൻ വായിക്കും ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ അതിനകത്തുകൊണ്ട് നമുക്ക് സ്വയം നമ്മളുടെ രോഗങ്ങളൊക്കെ നോക്കാനായിട്ടൊക്കെ ഉള്ളൊരു ഇത് അതിനകത്തൊക്കെ എഴുതി കാണും. കുളിക്കാനൊക്കെ കയറുമ്പോൾ നമുക്ക് സ്വയം പരിശോധിച്ച് വെക്കാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും നോക്കിയപ്പം ഒരു ചെറിയൊരു കല്ലിപ്പ് പോലെ എൻ്റെ ബ്രസ്റ്റിന്റെ അവിടെയായിട്ട്. അപ്പൊ ഞാൻ ഒരു ചെറുതേ ഉള്ളൂ, ഞാനത് തൊട്ട് നോക്കിയപ്പോഴത്തേനും സാരമില്ല, അത് ചിലപ്പം വേറെ ഗ്യാസിന്റെയോ വല്ലതും ആയിരിക്കും എന്നോർത്ത് ഞാൻ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ഞാൻ ഒത്തിരി ഇങ്ങനെ ശരീരം ക്ഷീണിക്കുന്നുണ്ട്. ഒന്നാമത് വണ്ണമില്ല, അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ അങ്ങ് വണ്ണമൊക്കെ അങ്ങ് കുറയാൻ തുടങ്ങിയപ്പോഴത്തേനും കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പറയും, പൊന്നമ്മേ നീ കെയർഫുൾ ആയി, അല്ലെ നീ പറന്നു പോകുമെന്ന് പറയും. ഇവിടെ ഈ കാറ്റൊക്കെ ആയാലും വലിയ മരങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഇന്ന് ഒരു വേദന ഇങ്ങനെ ഒഴുകി, ചെറുതായിട്ട് വേദനയൊന്നും ഇല്ല,
ഒരു 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെയും നോക്കുമ്പോഴത്തേന് അവിടെ ഒരു തടിപ്പ് പോലെ എനിക്ക് പിന്നെയും തോന്നാൻ തുടങ്ങി. അപ്പോഴത്തേന് ഞാൻ എൻ്റെ അമ്മാവൻ ഹോമിയോ ഡോക്ടറാണ്. പുള്ളിക്കാരൻ റിട്ടയർഡായി മരിച്ചുപോയി. ഹോമിയോ ഡയറക്ടറായിട്ടാണ് മരിച്ചത്. അമ്മായി ഉണ്ട് ഇപ്പം. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഡോക്ടർ, അമ്മാവിന്റെ കൂട്ടത്തിൽ പഠിച്ച ഒരു ഡോക്ടർ ഞങ്ങളുടെ നാമ്പടത്ത് ഹോമിയോ ഒരു ഹോസ്പിറ്റൽ, ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ അവിടെയാ. പണ്ടെന്റെ ഇളയ മോന് അസുഖമായിട്ട് ഇരുന്നപ്പോഴത്തേന് ഞാൻ അവിടെ, അവന് ഈ ആസ്മ വരും എപ്പോഴും. അപ്പൊ അവിടെ പോയി ഹോമിയോ മരുന്ന് വാങ്ങിക്കുന്നത്. അപ്പം അവരുമായിട്ട് നല്ല ബന്ധമുള്ളത് കാരണം ഞാനൊരു ദിവസം ആ പുള്ളിക്കാരനെ വിളിച്ചിങ്ങനെ. അപ്പൊ അയാളുടെ ആ ഡോക്ടറിന്റെ വൈഫും ഡോക്ടറാണ്. പക്ഷെ എന്തിന്റെ ഡോക്ടറാണെന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു. അപ്പം ചേച്ചി എന്നെ കൊണ്ട് വിശേഷം, ഞാൻ പറയും സുഖമായിട്ടിരിക്കും. ഇപ്പൊ രാധ എവിടെയാ? അപ്പൊ പറഞ്ഞു നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാ, പുള്ളിക്കാരത്തി ക്യാൻസറിന്റെ വാർഡിലെ ജോലി എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ആ നമ്പർ ഒന്ന് തരാമോ ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തെ ഞാൻ ഇങ്ങനെ വിളിച്ച് സംസാരിച്ച് ഞാൻ പറഞ്ഞു, രാധ എനിക്ക് ഇങ്ങനെ ഒരു കല്ലിപ്പ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട് എൻ്റെ ബ്രസ്റ്റിൽ, വേദന ചെറുതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അത് സാരമില്ല ചേച്ചി, അത് ചിലപ്പോൾ ഇവിടുത്തെ വന്ന കാലാവസ്ഥയുടെയും ഒക്കെ കൊണ്ടായിരിക്കും ചേച്ചി, അത് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ ഇന്ന് 3 മാസം കഴിഞ്ഞു, ഒരു 6 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഞാൻ നോക്കുമ്പോഴത്തേന് ഇത് ഇച്ചിരി അവിടെ വലിപ്പം വയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ തൊട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തെന്നുന്ന പോലെയാ. അപ്പൊ ഞാൻ വീണ്ടും ഇവരെ വിളിച്ച് ഞാൻ പറഞ്ഞു, രാധെ ഇങ്ങനെ അതൊന്നും അനങ്ങുന്നുമുണ്ട്, പിന്നെ വേദന എനിക്ക് എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ പുള്ളിക്കാരത്തി അവിടുത്തെ പുസ്തകത്തിൽ അന്ന് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല, അന്ന് ഈ വാട്സാപ്പോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പിന്നെ ഈ എന്താണ് ഒരു എന്താണ്ട് ഒരു സംവിധാനമുണ്ട്, അതിൽ കാണാം. പക്ഷെ പുള്ളിക്കാരത്തി അതിനും പറ്റിയില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് പറയും. പുള്ളിക്കാരത്തി പഠിച്ചതല്ല. എന്നോട് പറഞ്ഞു, ചേച്ചി അതൊരു എന്തോ ഒരു ദശക്കട്ടി പോലെ അത് തോന്നുള്ളൂ, ചേച്ചി പേടിക്കൊന്നും ചെയ്യണ്ട, ഞാൻ അതിന് ഒരു മരുന്ന് നമുക്ക് കുറിക്കാമെന്ന് പറയും. അപ്പം എന്നോട് ചോദിച്ചാൽ എങ്ങനെ മരുന്ന് കിട്ടി? അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ അമേരിക്കയിൽ നിന്ന് ഒരാള് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അവരുടെ കയ്യിൽ കൊടുത്തു വിടാൻ പറയാം. അപ്പൊ ഈ പുള്ളിക്കാരത്തി 6 മാസത്തേക്കുള്ള മരുന്ന് പല പല കുപ്പിയിൽ ഇതിലാക്കി കഴിക്കേണ്ട രീതിയിൽ എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാനത് 6 മാസം കഴിച്ചു. 6 മാസം കഴിയുമ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും എനിക്ക് വേദന അങ്ങോട്ട് തുടങ്ങി. അപ്പം വീണ്ടും ഇവിടുന്ന് ആരെങ്കിലും പോയി ഈ മരുന്ന് തീരുന്ന അവസരത്തിൽ ആരെങ്കിലും വീണ്ടും നാട്ടിലേക്ക് പോകും. അപ്പൊ അവരുടെ കൈ വീണ്ടും അവർ മരുന്ന് ഇങ്ങനെ കൊടുത്തു വിടും. ഞാൻ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ഓരോ ദിവസവും കൂടുന്തോറും പിന്നെ അങ്ങ് വേദന അങ്ങ് കൂടാൻ തുടങ്ങി. മരുന്ന് കഴിക്കും തോറും അങ്ങനെ ഞാൻ 3 വർഷം ഈ മരുന്ന് കഴിച്ചു. 3 വർഷം വേദനയും മരുന്നും കഴിച്ച് അങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല, പ്രാർത്ഥന എന്നും രാവിലെ പോയി കുളിച്ച് ഇതുപോലെ ഈ പ്രാർത്ഥിക്കും. ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ഒരു 3 വർഷത്തിന് ഞാൻ ശരിക്കും ഉറങ്ങാത്ത രാത്രികളായിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയും ഉള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓം നമഃശിവായ ചൊല്ലിയാൽ 101 പ്രാവശ്യം ചൊല്ലിയാൽ ഉറങ്ങാൻ പറ്റും. ഞാൻ എണീച്ചും ഇരുന്ന് ടൈം പീസിൽ നോക്കുന്ന സമയത്രയായി അങ്ങനെ നോക്കി 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 ഓരോ ദിവസങ്ങളിൽ ഞാൻ രാത്രി നേരം വെളുക്കാൻ നോക്കിയിരിക്കും. നേരം വെളുത്ത രാത്രിയാകാൻ അതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോകണം. അങ്ങനെ ഈ വേദന ഭയങ്കരമായി 3 വർഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായി. എൻ്റെ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. പക്ഷെ എന്നാലും എനിക്കറിയത്തില്ല ഇത് ക്യാൻസർ ചെയ്യാന്ന്. ഇവരെന്നോട് ശരിക്കും പറയുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ ഇവിടെ തണുപ്പാണേലും ചൂടാണേലും ഞാൻ പുറമെ എപ്പോഴും ഒരു ജാക്കറ്റ് ഇടും. എന്നു വെച്ചാൽ അകത്ത് എനിക്ക് ശരിക്കും ഡ്രസ്സ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയായി ഞാൻ 3 മാസം കഴിഞ്ഞ് ഈ 3 വർഷത്തിനിടയ്ക്ക് ഒരുപാട് വേദന ഞാൻ അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിലപ്പോൾ ഓർക്കും, എൻ്റെ ദൈവമേ എന്തെങ്കിലും ഒരു കത്തി കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവുമായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പം നമുക്കിത് അന്ന് എനിക്കിവിടെ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും പറ്റത്തില്ല. പിന്നെ ഇവിടെ കുക്കവണ്ടി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെയാകുമ്പോൾ നമ്മൾക്ക് പോയി മരുന്ന് വാങ്ങിക്കാം. അവിടെ ഇഷ്ടം പോലെ മലയാളികളൊക്കെ ഉണ്ട്, ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ പോയി കാണാം, അവരോട് മരുന്ന് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ ഇന്ന് ഈ വേദന ഞാൻ പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയ്ക്കും വേദനയായപ്പോഴത്തേന് ഞാൻ ഒരു ദിവസം ഒരു മലയാളം പേപ്പർ ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്, കേരള എക്സ്പ്രസ് എന്നും പറഞ്ഞു. അപ്പൊ ആ കേരള എക്സ്പ്രസ് ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പോഴത്തേന് അതിനകത്ത് ഗീവർഗീസ് പുണ്യവാൾ എന്ന് പറയുന്ന ഒരു പുണ്യവാളന്റെ ഫോട്ടോയും അപ്പുറത്ത് മദേഴ്സ് പ്രയർ എന്ന് പറയുന്ന ഒരു പ്രയർ കോളവും ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആദ്യമേ മദേഴ്സ് പ്രയർ നോക്കാതെ ഈ ഗീവർഗീസ് പുണ്യവാളിന്റെ ഫോട്ടോസ് ഞാൻ എടുത്തെടുത്ത് ഒരു കത്രയും കൊണ്ട് വെട്ടിവെച്ചിട്ട് അവര് പറയുന്നത് ഇത് ഒരു ദിവസം 9 പ്രാവശ്യം ചൊല്ലുക, 10 ദിവസം ചൊല്ലിയ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറഞ്ഞ് ഈ രോഗവും കൂടെ വെച്ച് പ്രാർത്ഥിക്കുമ്പം അസുഖം മാറുമെന്ന്.
പക്ഷെ ഞാൻ 9 ദിവസം ഓരോ ദിവസവും ഞാൻ ഓരോ ജോലി കഴിഞ്ഞ് വന്ന് ഇത് എടുത്തു വയ്ക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ 9 ദിവസം പ്രാർത്ഥിച്ചു. 3 മാസം ഇത് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷം വെച്ചാൽ എൻ്റെ അമ്മ 35 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഞാനും മരിക്കും. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലല്ലോ, ദൈവമേ ഞാൻ എന്ത് ചെയ്യും? നാട്ടിലോട്ട് പോയ ഒരുപാട് കടങ്ങള്, ഭാരങ്ങള്, ആരോട് പറയാൻ പറ്റും? ഒന്നും പറ്റാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഇവിടെയുള്ള അണ്ണനാണെങ്കിൽ പറയും ആരെയും വിളിക്കരുത്, കൊച്ചു സംസാരിക്കുകയൊന്നും ചെയ്യണ്ട. അപ്പൊ അണ്ണനോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ. അങ്ങനെയായി ഇരുന്നപ്പോ ഒരു ദിവസം ഈ മദേഴ്സ് പ്രെയർ എന്ന് പറയുന്ന ഈ ഒരു ഫോൺ നമ്പറിന്റെ കോളം കണ്ട് ഞാൻ ഉടനെ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ചുമ്മാതെ അവരെ ഒന്ന് വിളിച്ചപ്പോ അവിടെ അന്നമനൈനാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാ ഫോൺ എടുത്ത്. അവര് നമ്മുടെ തിരുവല്ലായിലുള്ളതാണ്. ആ പുള്ളിക്കാരത്തി ഫോൺ എടുത്ത്, അന്നമനൈനാൻ എന്ന് പറയാം, പുള്ളിയുടെ ഭർത്താവ് പോലീസ് ഓഫീസറായിരുന്നു. പുള്ളിക്കാരത്തി ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് കോട്ടയത്ത് ജോലി ചെയ്തതാ. അവരിപ്പോ അമേരിക്കയിലുണ്ട്. പുള്ളിക്കാരത്തി ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ എന്ത് പ്രാർത്ഥനയാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഈ മദേഴ്സ് പ്രെയർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിളിച്ചു, ആന്റി ചേച്ചിന്ന് വിളിച്ചു, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓക്കെ. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, പൊന്നമ്മേന്ന, എനിക്ക് ഇന്ന പോലെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ ഞാൻ പറയാം പൊന്നമ്മ, അതുപോലെ വാഗോണ്ട് ഏറ്റു പറയുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ഏത് ദൈവത്തെ വിളിച്ചാലും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അസുഖം ഒന്ന് മാറണം, ഈ വേദന മാറണമെന്നൊരു ഒറ്റ വിചാരമേ എൻ്റെ മനസ്സിലുള്ളൂ. അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ഹിന്ദുക്കളുടെ ദൈവമല്ല, മുസ്ലിങ്ങളുടെ ദൈവമല്ല, സകല ജനത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൊന്നമ്മ വാവുണ്ട് ഏറ്റു പറയാൻ പറഞ്ഞു. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവായിട്ട് ഞാൻ സ്വീകരിച്ചെന്ന് പറയുമ്പോൾ ഞാൻ ഫോണിനകത്തൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദേഹത്തേക്ക് ഒരു കരണ്ട് അങ്ങോട്ട് അടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ശക്തി അങ്ങോട്ട് വന്നിട്ട് ഞാൻ നിന്ന നിപ്പിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാനൊന്ന് പറന്നു പോകുന്ന പോലെയായി. അത്രയ്ക്കും ഒരു അനുഭവം. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ആന്റി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി ചേച്ചി ഇത് ഏത് ദൈവത്തെ ആന്റി ചേച്ചി വിളിച്ചത്? യേശുവിനെ, ഞങ്ങൾ പെന്തക്കോസുകാരാന്ന് പറയും. ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്ത്, ദൈവമേ പെന്തക്കോസുകാരൻ ഞാൻ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുള്ള വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, എൻ്റെ വീടിന്റെ അവിടെ പറമ്പിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സ്ഥലം നടുവിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ട്. അപ്പുറത്ത് ഞങ്ങളുടെ സർപ്പപ്പറമ്പ്, ഇപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്നത്. അതിന്റെ ഒരു സൈഡിലായിട്ടൊരു ക്രിസ്ത്യാനികൾ താമസിക്കാമെന്ന്. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു ബാങ്കിലെ മാനേജരും ഭാര്യ, അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും ഈ കൈകൂട്ടും, പാട്ടുപാടുകയും തമ്പയർ അടിക്കുകയും ഭയങ്കര ശല്യം. കുഞ്ഞുങ്ങൾ സ്കൂളുള്ള ദിവസമാ, പരീക്ഷയുടെ സമയമാണ്, ഇവരുടെ ഭയങ്കര ബഹളം. ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ ഞങ്ങളുടെ കോട്ടയത്ത് ചുറ്റുവട്ടത്തുള്ള കോട്ടയത്ത് ഓനച്ച കോളനി എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്. അവിടെ മുഴുവൻ യാക്കോബിലോ കത്തോലിക്കലോ ഉള്ള അവരുടെ 10 മക്കളുടെ വീടുകളാണ് ഞങ്ങളുടെ ചുറ്റും. അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇവർക്കെതിരായിട്ടൊരു പരാതി കൊടുക്കാം. ഞാനൊരു കടലാസ് എഴുതി ഇവരുടെ എല്ലാ വീടുകളിലും ചെന്ന് ഒപ്പിട്ട്, അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരുടെയും ഒപ്പിട്ട് 100ാമത്തെ ആള് ഞാനോട് ഒപ്പിട്ടാ മതി. ഞാൻ അതും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് ആ സാറ് എന്ന് പറഞ്ഞു, പൊന്നമേ വിഷമിക്കേണ്ട, ഞങ്ങൾ ഇവിടുന്ന് മാറുക, നിങ്ങൾക്ക് ആർക്കും ഇനി ഒരു ശല്യം ഉണ്ടാവുകയെന്ന്. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. എങ്കിലും ഞാൻ ഓർത്ത് ആ ശല്യം അങ്ങ് പോയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഒത്തിരി അങ്ങ് സന്തോഷിച്ച്. അപ്പൊ എൻ്റെ ദൈവമേ, ആ ദൈവത്തിന്റെ അടുത്ത് തന്നെ ഞാൻ വന്നല്ലോ എൻ്റെ യേശുവേ. യേശുവേ നല്ല അന്നേരം എന്തോ ഒരു ദൈവത്തെ അങ്ങ് വിളിച്ചങ്ങ് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഞങ്ങളുടെ അവിടെ ഒരു ഹോമിയോ ഡോക്ടർ തൊട്ടടുത്ത് ബാബു എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് നടത്തുന്ന ആ ഡോക്ടർ കുറച്ച് യേശുവിന്റെ ഇതുമൊക്കെ ആയിട്ട് വന്നു. ഞാൻ ചോദിച്ചു, ഈ മനുഷ്യനൊക്കെ ഒരു ജോലിയില്ലേ ദൈവം, എപ്പോഴും ഇന്ന് ജോലി ചെയ്യാൻ ഈ യേശുവിന്റെ കാര്യവും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല, ദേ അപ്പുറത്തെ വീടുകളിലൊക്കെ ക്രിസ്ത്യാനികൾ, അവിടെയൊക്കെ പൊക്കോളാൻ പറഞ്ഞു. ഞാനങ്ങനെ ജോലിയും ചെയ്തെല്ലാം നടക്കും. ഞാനപ്പോൾ ഓർക്കും, എൻ്റെ ദൈവം ഇപ്പം ഈ പെന്തക്കോസുകാർ ഇത്ര ഒച്ച വെക്കുന്നതും ബഹളം വെക്കുന്നു, ആ ദൈവത്തിന്റെ സ്നേഹവും അത്ഭുതവും അറിഞ്ഞതിൽ പിന്നെയാണല്ലോ എന്ന് ഓർക്കപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു ഇത് തോന്നാൻ തുടങ്ങി. ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ, എനിക്ക് പക്ഷെ പണ്ടും യേശുവിനെ ഇഷ്ടം. അതായത് എൻ്റെ വീട് കുറിച്ചിയിലാണെങ്കിലും ഞങ്ങളുടെ അവിടെ അന്ന് വണ്ടി യാത്ര ഒന്നുമില്ല. അപ്പൊ എൻ്റെ അച്ഛൻ ഒരു കൃഷിപ്പണിക്കാരനും അമ്മ ഒരു ഹോമിയോ കോളേജിലെ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ വാർഡിന് വരുന്ന.
അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യർ നടന്നു വരുമ്പോഴത്തേന് എൻ്റെ വീടിന്റെ അവിടെ ഒരു വലിയൊരു പ്ലാവുണ്ട്, അതിങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. അതിന്റെ ചുറ്റും അച്ഛനെ കല്ലൊക്കെ കൊണ്ട് കയ്യാലൊക്കെ കിട്ടി അവിടെ ഒരു മൺകലത്തിനകത്ത് വെള്ളം വെക്കും. അപ്പൊ അതിലെ പോയിട്ട് വരുന്നവരെല്ലാം വെള്ളം എടുത്ത് കുടിച്ചിട്ടാ പോകുന്നത്. അപ്പൊ അവിടെ ദാനിയേലപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരു അപ്പച്ചൻ വരും. ആ അപ്പച്ചൻ നല്ല വെള്ള മുണ്ടും വെള്ള ജിബായും ഒക്കെ ഇട്ട് എപ്പോഴും ഒരു കറുത്ത ബാഗും കാണും, ഒരു പുസ്തകവും കയ്യിൽ കാണും. ഈ അപ്പച്ചൻ ഇതിലേ വരുമ്പം ഞങ്ങൾ എല്ലാവരും കടിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പച്ചൻ ഒത്തിരി കഥ പറയും. യേശുവിന്റെ കഥ, യേശു ഒത്തിരി നല്ലതാ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, അങ്ങനെ എല്ലാം കഥ പറയുമ്പം ഞങ്ങളുടെ ദൈവങ്ങളെന്ന് വെച്ചാൽ ഒരു ശകലം വൈരാഗ്യം ഉണ്ടെങ്കിൽ അവരെ കൊല്ലും പോയി. പക്ഷെ ഈ യേശു ആരെയും കൊല്ലുവേല. അതെനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടമായി പോയി. പക്ഷെ വീട്ടിലൊക്കെ പറയാൻ പേടി, എന്നാലും എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്. ആ അപ്പച്ചൻ ഒത്തിരി പാട്ട് പാടിത്തരും ഞങ്ങൾക്ക്. സന്ധ്യയായിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ആ അപ്പച്ചൻ ഒരു പാട്ട് പാടും. ഞാൻ ഉറങ്ങാൻ പോകും മുൻപേ നിനക്കേകുന്നിതാ നന്ദി നന്നാൽ, ഇന്ന് നീ ചെയ്ത എല്ലാ പാവങ്ങളും നിന്റെ കണ്ണുനീരിൽ കഴുകുക. അങ്ങനെ യേശുവിനെ പറ്റിയൊക്കെയുള്ള പാട്ടൊക്കെ പാടുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ അന്ന് മുതൽ യേശുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടവുമാണ്. എങ്കിലും അതങ്ങോട്ട് വിശ്വാസമില്ല. അങ്ങനെ ഇരുന്ന ആന്റിയോട് ഈ സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആന്റിയുടെ അടുത്ത് പോകും. അപ്പൊ ആന്റി എന്നോട് ചോദിച്ചു, പൊന്നമ്മയ്ക്ക് ബൈബിൾ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് ബൈബിളൊന്നും അറിയത്തില്ല, ഞാൻ ഇന്ന് വരെ ബൈബിൾ വായിച്ചിട്ടും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു, ഞാനൊരു ബൈബിൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. എന്റെ അഡ്രസ്സ് കൊടുത്ത് ആന്റി എനിക്കൊരു ബൈബിൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അയച്ചു തന്നു. ഒരാഴ്ച തന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ചെയ്യുന്ന പോലെ താഴെ പോയി ഒരു നിലവിളക്ക് കത്തിക്കും, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോഴും യേശുവേ എന്നെ രക്ഷിക്കണേ അങ്ങനെ പറഞ്ഞിട്ട് ഞാനങ്ങ് എണീച്ചു പോയി. ഇങ്ങനെ 1 ദിവസമായി, 2 ദിവസമായി, 10 ദിവസമായപ്പോൾ എൻ്റെ ഈ വേദന ഭയങ്കരമായിട്ട് അങ്ങ് കൂടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇടയ്ക്ക് ബൈബിൾ എടുത്തിട്ട് ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി എനിക്ക് ഈ ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, അത് എന്തൊക്കെയാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പൊ പറഞ്ഞു, പൊന്നമ്മ ഒരു കാര്യം ചെയ്യും, പുതിയ നിയമം വായിക്കാൻ പറഞ്ഞു. അതിന് ഞാൻ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കാൻ തുടങ്ങി. പക്ഷെ അതൊരു കഥ വായിക്കുന്ന പോലെ, പക്ഷെ അതൊരു ആത്മീയമായിട്ടൊന്നും എനിക്ക് വായിക്കാൻ അറിയുന്നില്ല. ഞാൻ അങ്ങ് വായിച്ചങ്ങ് പോയി. അപ്പൊ ഈ ഒരു 10ാമത്തെ ദിവസമായപ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര വേദനയപ്പൊ ഞാൻ ആന്റിയോട്ട് പറഞ്ഞു, ആന്റി ഇനി ആന്റീനെ ഞാൻ വിളിക്കുന്നില്ല, ആന്റിയുടെ ദൈവവും എന്നെ സൗഖ്യമാക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇനി ആന്റിയുടെ ദൈവത്തെയും വേണ്ട, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു. ഓക്കെ പൊന്നമ്മ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാൻ അന്നേരം ഒരു വെള്ളിയാഴ്ച ദിവസം അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരത്തി ഇവിടെ ഒരു നമ്പൂതിരി ഉണ്ട്, അവരുടെ ഭാര്യയുണ്ട്. ഞാനപ്പോ അവരോട് ചോദിച്ചു, സരിത ഞാനൊന്ന് വന്നാൽ എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം, പക്ഷെ എനിക്ക് തലവേദനയാ. അപ്പൊ ഈ കുക്കവണ്ടി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി വെള്ളിയാഴ്ച പോയി നമ്മൾ ഡോക്ടറെ കണ്ടാൽ ശനി ഞായർ കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എന്നാ വരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയുന്ന പൊന്നമ്മ ഒരുങ്ങാൻ എന്നാ വൈകുന്നേരം വരാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അണ്ണൻ ജോലിക്ക് പോയിരിക്കും. അപ്പൊ ഞാൻ അണ്ണനെ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചപ്പോ അണ്ണൻ പറഞ്ഞു, കൊച്ചൊരു 5 മണിയാകുമ്പോൾ ഒരുങ്ങി നിൽക്കും, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി ബാഗിനകത്ത് തുണിയൊക്കെ എടുത്തു വെച്ചു. ഞാൻ അവിടെ ഇരുന്നു. 5 മണി, 6 മണി, 7 മണി, 8 മണി ഒക്കെ ആയിട്ടും അണ്ണം വരുന്നില്ല. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. 8 മണി 9 മണി ആയപ്പോഴത്തേന് ഞാൻ എന്ത് വേണ്ടി ഞാൻ പറഞ്ഞു ഓക്കെ അണ്ണൻ ഇനി വന്നില്ലെങ്കിൽ വരുന്നില്ല. ഞാൻ എൻ്റെ മുറിയിൽ പോയി കിടന്ന് 3 വർഷം ഉറങ്ങാത്ത ഞാൻ ആ രാത്രി സുഖമായിട്ട് ഉറങ്ങിയെന്ന് വെച്ചാ എനിക്കറിയത്തില്ല ഞാൻ ഉറങ്ങിയത് എങ്ങനെയാന്ന് പോലും. ആ ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ ഈ ബേസ്മെന്റിനകത്ത് ഒരു കുഞ്ഞൊരു ബൾബ് മാത്രമേ ഉള്ളൂ, അതൊരു ശകലം വെട്ടം. ആ വെട്ടത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങുമ്പം ഒരു രാത്രിയിൽ ഒരു 2 മണി ഒക്കെ ഉള്ള ആ സമയം ആയപ്പോഴത്തേനും എൻ്റെ മുറിക്കകത്ത് ഒന്ന് ഭയങ്കര ഒരു പ്രകാശം വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് 400 ബൾബിന്റെ ഒരു ബൾബ് ഇട്ട ആ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് മുറിക്കകത്ത് മുഴുവൻ പ്രകാശം. അപ്പൊ ഞാൻ എൻ്റെ കട്ടിൽ പതുക്കെ പൊങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ വട്ടം കറങ്ങി എൻ്റെ കട്ടിൽ നിന്ന് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേന് എനിക്കറിയത്തില്ല, ഒരു ആശുപത്രി പോലെ ചിറക് വെച്ചവരും കുഴലൂതുന്നവരും പാട്ട് പാടുന്നവരും എൻ്റെ മുറി മുഴുവൻ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം. ഞാനപ്പോ ഓർത്ത് ദൈവമേ ആരെങ്കിലും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ, എനിക്ക് അതും അറിയത്തില്ല. അങ്ങനത്തെ ആ അന്തരീക്ഷത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ തലയുടെ ചുവട്ടിലേക്ക് ഒരാൾ നടന്നു വന്നു. പക്ഷെ നടക്കുന്ന ശബ്ദമൊന്നും എനിക്ക് കേൾക്കുന്നില്ല. പക്ഷെ ആ 2 കൈയും ആ ഉടുപ്പ് മാത്രമേ ഞാൻ കണ്ടോളും. എൻ്റെ ആ വേദനയുള്ള ആ ഭാഗത്ത് എൻ്റെ യേശു തൊട്ട് ഇന്നു മുതല് നിന്റെ വേദന മാറി അങ്ങനെയാ പറയുന്ന ആ ശബ്ദം. അത് എന്ത് ശബ്ദമാന്ന് പോലും എനിക്കറിയാത്തൊരു അനുഗ്രഹമായ ഒരു ശബ്ദത്തിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കി, ഞാൻ ഓർക്കുന്നുണ്ട് കണ്ണെനിക്കൊന്ന് തുറന്നു നോക്കാം അതാരാ പറയുന്നെന്ന്. പക്ഷെ എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കുറച്ച് കഴിഞ്ഞ് എൻ്റെ കട്ടില് താഴെ ഇരുന്ന് ഞാൻ പെട്ടെന്ന് കട്ടിലെ മുറുക്കെ പിടിച്ചു നോക്കിയപ്പോ ഭയങ്കര ഇരുട്ട് മുറിക്കകത്ത്.
ഞാൻ പെട്ടെന്ന് തപ്പി നോക്കിയെങ്കിലില്ല. ഞാൻ പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിൽ ആദ്യമേ നോക്കി. എന്റെ ആ കല്ലിപ്പോ അതൊന്നും എനിക്ക് അവിടെ ഇല്ല. വേദനയെ എനിക്ക് കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ ദൈവമേ അത് എന്താന്ന് പോലും ഓർത്തില്ല. ലൈറ്റ് ഇട്ട് ഞാൻ മുറിയെല്ലാം പരതി നോക്കി. ഒന്നും കാണുന്നില്ല. ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഞാൻ ആന്റിയെ വിളിച്ചു. ആന്റി, ഇന്നലെ രാത്രി ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു. പൊന്നമ്മേ, നിന്നെ ദൈവമാ തൊട്ടത്, ഞങ്ങൾ ആരുമല്ല. യേശുവിനെ അറിയത്തില്ല, ബൈബിൾ അറിയത്തില്ല, ആ അപ്പച്ചൻ പറഞ്ഞുള്ള കഥയല്ലാതെ എനിക്ക് ദൈവത്തെ അറിയത്തില്ല. ആ ദൈവത്തെ കാണാനായിട്ട് പോലുള്ള ഭാഗ്യമില്ല. ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന ആ സമയം വരെ പിറ്റേ ദിവസങ്ങൾ മുതല് ദൈവം എന്നെ ഓരോ ദർശനങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഓരോരോ കാര്യങ്ങള് എനിക്ക് യേശുവിനെ പറ്റി ബൈബിൾ വായിക്കാൻ. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് അപ്പൊ ഞാൻ ഓർത്ത്, ഈ അസുഖം ഇനിയിപ്പൊ സാരമില്ല, ഇനിയിപ്പൊ ഞാൻ അന്നമയാരിയെ വിളിക്കുന്നില്ല, ഇനിയിപ്പൊ വേണ്ട, എന്റെ വേദന മാറിയല്ലോ, അപ്പൊ ഇനി ദൈവത്തെ ഞാൻ വിളിക്കില്ല. പക്ഷെ അന്നേരമാ ഞാൻ യേശുവും ശിഷ്യന്മാരും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് യേശു ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയത്. അത് വള്ളത്തിലിരുന്ന് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാര് നമ്മൾ അപ്പം എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ യേശു സംസാരിച്ചപ്പോ യേശു ചോദിക്കും, നിങ്ങള് അത്ഭുതം കണ്ടും അപ്പം തിന്നാൻ വേണ്ടി എന്റെ കൂടെ വന്ന്. അത് കേട്ടപ്പം എന്റെ മനസ്സിലൊരു ഭയങ്കര ഒരു സങ്കടം. ദൈവമേ, ഞാൻ അങ്ങനെയല്ല വന്നത്, എനിക്ക് എന്റെ യേശുവിന് വേണം, ആ യേശുവിനെ എനിക്ക് വേണമെന്ന് അന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ദൈവം എന്നെ ഓരോ ദർശനം കാണിക്കുന്നുണ്ട്. ഞാൻ രാത്രി വീണ്ടും കിടന്ന് ഉറങ്ങുമ്പോഴത്തേന് ദൈവം എന്നെ കാണിക്കും. അപ്പൊ മുടിയൊക്കെ ഒത്തിരി അങ്ങ് പൊഴിയാനൊക്കെ പോയി. ശരിക്കും ഒരു ക്യാൻസർ പേഷ്യന്റ് അവസ്ഥ വരാവുന്നതെല്ലാം എന്നിൽ വന്ന് ശരീരം ക്ഷീണിച്ച് എല്ലാം. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ രാത്രിയിൽ ദൈവം എന്നെ തൊട്ട ആ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ തുടങ്ങിയതാ. ഇപ്പം എനിക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ച ഒരു സങ്കടവും ഇല്ല. എത്ര ഭാരമേറിയ വിഷയം വന്നോട്ടെ, സങ്കടം വന്നോട്ടെ, സുഖമായിട്ട് ഉറങ്ങാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ കാണുക, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് മരിച്ചുപോയി. ആ കൂട്ടത്തിൽ ഞാനും മരിച്ചു. അപ്പം അതുപോലെ തന്നെ അന്ന് വന്ന ആ കൈ ഒരു കുഞ്ഞു കൊച്ചിനെ എനിക്ക് തന്ന്, നീ ഇന്നു മുതൽ പുതിയൊരു സൃഷ്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ യേശു എനിക്ക് ആ കുഞ്ഞിനെ തന്ന് ഞാൻ ഒരു പുതിയ ഇതായി. ഇന്നിപ്പം ഞാന് ഡിസംബർ 10-ാം തീയതി, ഏത് ഡിസംബർ 10-ാം തീയതി ഞാൻ സ്നാനപ്പെട്ട. ഒരു 17 വർഷമായി. ഞാനിപ്പോ 17 വയസ്സുള്ള യേശുവിന്റെ മകളാണ്. ആ ദൈവസന്നിധി ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളും ദർശനങ്ങളും സ്വപ്നങ്ങളും എന്നെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്നപ്പോഴത്തേന് ഞാൻ ഒരു ദിവസം എന്നെ യേശു ഇങ്ങനെ കാണിച്ചതായത് ഒരു സ്നാനമാണ് കാണിക്കുന്നത്. സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകുന്ന ഒരു ഭയങ്കര നദി, പാല് പോലെ വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വീഴുക. പക്ഷെ ഭയങ്കര ശക്തിയൊന്നുമില്ല. അത് പതുക്കെ ഒഴുകുന്ന ആ സ്ഥലത്ത് അപ്പുറത്തും ഇപ്പുറത്തും നല്ല പൊക്കം കുറഞ്ഞ മരങ്ങളും നല്ല ചെറിയ കാറ്റ് വീശിയാൽ അനങ്ങുന്നുണ്ടോ എന്ന് പോകുന്ന പോലത്തെ മരങ്ങള്, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിൽക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രത്യേക ഒരു കളറ് അവിടെ ഇരിക്കുന്ന മനുഷ്യർക്കൊക്കെ. ഞാൻ നോക്കുമ്പോഴത്തേന് ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അതൊക്കെ തേജസ്വീകരിക്കപ്പെട്ട ഒരു ഡ്രസ്സോട് കൂടി രണ്ട് സൈഡിലും ആൾക്കാർ നിൽക്കുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ കൂടെ 3 പേര് എന്റെ മുന്നിൽ കൂടെ നടന്നു പോയി. 2 പേര് വെള്ളത്തിലിറങ്ങി, ഒരാളൂടെ ഇറങ്ങിയിട്ട് ആ ആളിനെ വെള്ളത്തിൽ പിടിച്ച് മുക്കിയപ്പോ ഞാൻ, അയ്യോ, ആ മനുഷ്യനെ കൊല്ലുവാണോ എന്ന് ഞാൻ പറഞ്ഞേച്ച് ഞാൻ നോക്കുമ്പം ആ മനുഷ്യൻ പൊങ്ങി എണീച്ചു വന്ന് എന്റെ മുന്നിൽ കൂടെ നടന്നു. അപ്പൊ ഞാൻ ഇവിടുത്തെ എന്റെ ദൈവമേ, എന്തിനാ അയാളെ വെള്ളത്തിൽ മുക്കിയത്, എന്നെ ആവശ്യമൊന്നും എനിക്കത്തില്ല. അപ്പം ഞാൻ രാവിലെ ആന്റിയോട് ഇങ്ങനെ വിളിച്ചു വെച്ചപ്പോ ആന്റി പറഞ്ഞു, പൊന്നമ്മ സ്നാനം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്റി, ഞാൻ ഇന്ന് വരെ ഞാൻ സ്നാനം കണ്ടിട്ടില്ലെന്ന് പറയാം. അപ്പൊ പറഞ്ഞു, പൊന്നമ്മ സ്നാനപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്നെ. അപ്പൊ ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് 2 കൂട്ടുകാരികളുണ്ടായിരുന്നു. അവർ രണ്ടും പെന്തക്കോസുകാരാ. അപ്പൊ എന്റെ വിചാരം അവർക്ക് അന്ന് പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് സ്വർണ്ണമൊന്നും വാങ്ങിക്കാതെ ഇതിൽ പോയത് എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഒരു ദിവസം, എന്നെ CRP എന്നാ വിളിക്കുന്നതില്ല, അവര് CR പൊന്നമ്മേന്നാ എന്റെ പേര്. അപ്പൊ CRP എന്ന് വിളിക്കും. CRP 2 ദിവസം ഞങ്ങൾ വരുകയല്ല, ഞങ്ങളുടെ സ്നാനമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാ, നീ വരുവാണെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറയൂ, എന്റെ അച്ഛനും അമ്മയും വഴക്ക് പറയുമല്ലോ, വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ, അന്ന് അവര് സ്നാനപ്പെട്ടു. അന്ന് എന്റെ അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് അന്നത്തെ കാലത്ത് ഏതാണ്ട് 1 രൂപയോ മറ്റേ ഉള്ളെന്നാ പറയുന്നത് 1 പവന്റെ സ്വർണത്തിന്. അപ്പൊ അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർണ്ണമൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ വിചാരം, ഇതുങ്ങൾക്ക് സ്വർണ്ണം ഇല്ലാത്തത് കൊണ്ടാ ഇവര് ഈ ദൈവത്തിന്റെ അടുത്ത് പോയത്, ഈ പെന്തക്കോസിൽ ചേർന്നെന്നാ എന്റെ വിചാരം വന്നത്. അപ്പം ഞാൻ ആന്റിയോട് ഇങ്ങനെ പറഞ്ഞു, ആന്റി, ഇന്നെ പോലെ ഈ എന്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പറഞ്ഞു, പൊന്നമ്മ സ്നാനപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതാ ദൈവം കാണിച്ചു തന്നെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കുരുവിളി അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചന്റെ ഭാര്യ, അവര് ഇപ്പൊ അപ്പച്ചന് 99 വയസ്സുണ്ട്. അമ്മച്ചി 93 വയസ്സായപ്പോ മരിച്ചു. അപ്പൊ അവര് രണ്ടുപേരും, അപ്പൊ അവര് എല്ലാ ദിവസവും അപ്പച്ചൻ ഈ ഫോണിനകത്തൂടെ സ്നാനത്തിനെ പറ്റിയൊക്കെ ക്ലാസ് എനിക്ക് 1 മണിക്കൂർ എടുക്കും. ഞാനത് ബുക്കിനകത്ത് എഴുതിയെടുക്കും. ബൈബിളെ നോക്കി എനിക്ക് അറിയത്തില്ലെങ്കിലും അറിയാവുന്നതൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് അത് 10 ദിവസം കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഈ അപ്പച്ചൻ യാദൃശ്യമായിട്ട് 10 കൽപ്പനയുടെ കാര്യം പറഞ്ഞു. അപ്പൊ 10 കൽപ്പന എന്താന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി എന്താ ആന്റി ഈ 10 കൽപ്പന? പറഞ്ഞു, പൊന്നമ്മയ്ക്ക് ഇത്രയും ദർശനവും സ്വപ്നവും ഒക്കെ ദൈവം തന്നില്ലേ, അപ്പൊ ആ 10 കൽപ്പനയും ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ആന്റി എന്നോട് പറഞ്ഞില്ല. ഞാനപ്പോ ഓർത്ത് അത് നമുക്ക് അത്ര കാര്യമാക്കണ്ട. പക്ഷെ ആ രാത്രിയിൽ എന്നെ ദൈവം 10 കൽപ്പന ഒരേ പലക പോലെ എഴുതി കാണിച്ചു തന്ന്. 10 കൽപ്പന അതും എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്ന്. അതുപോലെ എനിക്ക് ഈ ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മോശയായിരുന്നു. അപ്പൊ ഞാൻ മോശേനെ എനിക്ക് കാണണം എന്ന് അപ്പൊ എന്നെ പർവ്വതം മുഴുവനായിട്ട് കാണിച്ചു. പക്ഷെ അവിടെ നിൽക്കുന്ന മോശ ഒരു കൈലി മുണ്ടും കൈലി ഷർട്ടും ഇട്ട് ആ മോശയപ്പച്ചനെ എനിക്ക് കാണിച്ചു തന്നു ദൈവം. നിന്റെ അതിനനുസരിച്ചുള്ള ഞാൻ മോശേനെ കാണും ആടുമായിട്ട് മോശ പോകുന്നത് എല്ലാം ഞാൻ എൻ്റെ ദർശനത്തിൽ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ യെരുശലേമിനെ കുറിച്ച് എന്നും ഇവിടുന്ന് ഒത്തിരി പേരൊക്കെ ടൂർ പോകുന്നുണ്ട്. അപ്പൊ അത്രയ്ക്കൊന്നും എനിക്ക് പോകാൻ കഴിയില്ല. പക്ഷെ എൻ്റെ ദൈവം യെരുശലേമും പണ്ടത്തെ യെരുശലേമും ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്ന കെട്ടിടങ്ങളും, അപ്പൊ ഞാൻ ഓർത്ത് അവിടെ ഈ വാഴയും കപ്പയും ഇതൊക്കെ ഉണ്ടോ? പക്ഷെ എല്ലാം അവിടെ ഉണ്ട്. അതെല്ലാം എൻ്റെ ദൈവം എൻ്റെ ദർശനത്തിൽ കൂടി കാണിച്ചെന്ന്. അങ്ങനെ ഓരോന്ന് ദൈവം എന്നെ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോഴേ സ്നാനപ്പെടാനായിട്ട് അന്നമയാന്റിയുടെ വീട്ടിൽ പോയി. അന്ന് രാത്രി തന്നെ ദൈവം ആ സ്നാനപ്പെടുന്നതിന് മുമ്പ് ദൈവം എനിക്കൊരു ഉടുപ്പൂടെ തന്ന് അതുകൂടെ ഇട്ടിട്ടാണ് ഞാൻ സ്നാനക്കുളത്തിൽ ഇറങ്ങിയപ്പം ആരും എനിക്കില്ല. ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ചർച്ചിൽ. അപ്പൊ ചെന്നപ്പോഴത്തേന് അല്ല ചർച്ചിൽ പോകുന്നതിന് മുമ്പാണ് സ്നാനപ്പെടുന്നതിന് ഒരു 1-2 പ്രാവശ്യം മുമ്പ് ഞാൻ ചർച്ചിൽ പോയി. അപ്പൊ അന്നേരം എല്ലാം ഞാൻ കാതലും കഴുത്തലും ഒക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. പക്ഷെ ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേനും എൻ്റെ ദൈവം എന്നെ കാണിച്ചു തന്നൊരു, എൻ്റെ ഭിത്തിയിലെല്ലാം ഞാൻ ഭഗവാന്മാരുടെ ഫോട്ടോസ് വെച്ചിരിക്കുക. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ഹസ്ബൻഡിന്, അങ്ങനെ ഓരോരുത്തരുടെയും ദൈവമുണ്ട്. അപ്പൊ ഞാൻ കുറേ ഫോട്ടോസ് എല്ലാം ഇവിടെ കൊണ്ടുവച്ചിരിക്കുക. ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേന് എൻ്റെ ഭിത്തി ഞാൻ നോക്കുമ്പോൾ തീ കത്തുന്ന ഫോട്ടോസ് എല്ലാം തീ കത്തുന്നു. അപ്പം ബേസ്മെന്റിലാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സിമെന്റ് കല്ലൊന്നും ഉള്ളല്ലോ, ഈ വേസ്റ്റ് ബോർഡ് പോലത്തെ ഇത് എല്ലാ ഭിത്തിയൊക്കെ. അപ്പൊ ആ ഒരു വശം കത്തിയ മുറി മുഴുവൻ കത്തും. ദൈവം ഞങ്ങളുടെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിലെ ആ ഡോക്ടറാണ് ഒരു പ്രത്യേക ദേശീയക്കാരത്തിയാ. ഞാൻ പെട്ടെന്ന് ചാടി എണീച്ച് അതെല്ലാം തല്ലിക്കെടുത്തി ആ ഫോട്ടോസ് എല്ലാം വെളിയിൽ കൊണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ദേഹത്തൊക്കെ തീ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പുറത്തിട്ടപ്പോ തീ എല്ലാം കേട്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. രാവിലെ ഞാൻ നോക്കുമ്പോൾ ആ ഫോട്ടോസ് ഒന്നും കത്തിയിട്ടില്ല. അപ്പം ദൈവം എന്നെ ഓരോന്നോരോന്ന്, ഒരു പെന്തക്കോസുകാരും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ സ്വർണ്ണ ഊരിയത്, അതുപോലെ തന്നെ ഞാൻ മരുന്ന് കഴിക്കാതിന് എല്ലാം എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് മാത്രമാണ്. ഈ 3 വർഷം ഞാൻ മരുന്ന് കഴിച്ച വ്യക്തിയാ. പക്ഷെ ഈ 17 വർഷമായി ഇന്ന് വരെ ഞാൻ പിന്നെ മരുന്ന് കഴിച്ചിട്ടില്ല. വരും പനിയും എല്ലാ അസുഖങ്ങളും, മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും വരും. പക്ഷെ അതിനൊക്കെ ദൈവം എന്നെ വിടുവിക്കും. ഞാൻ രാത്രിയിൽ ഇതുപോലെ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു വെക്കും. ഒരു ഗ്ലാസ് ഈ വെള്ളം പ്രാർത്ഥിച്ച വെക്കുന്നത്. രാവിലെ ഞാൻ ഈ ഗ്ലാസ്സിനകത്ത് എണീച്ച ഉടനെ 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് എണീക്കുമ്പോൾ ഈ വെള്ളം കുടിക്കും. ഈ വെള്ളം ഞാൻ കുടിക്കും അതൊരു പ്രത്യേക രുചിയാ വെള്ളത്തിന്. അത്രയ്ക്ക് അനുഗ്രഹമേറിയ വെള്ളം എനിക്ക് ഏത് അസുഖം വന്നാലും ദൈവം മാറ്റിത്തരും. കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പ് ഒരു നടുവേദന എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയാൻ വയ്യാത്ത നടുവേദന. എൻ്റെ ദേശമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് എൻ്റെ ഉടുപ്പിന്റെ മുകളിൽ കൂടെ കാണും. ഞാനപ്പോ ഓർത്ത്, ദൈവമേ എന്താ അപ്പച്ച ഞാൻ ഈ അസുഖങ്ങളെല്ലാം മാറി. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ സാക്ഷ്യവും പറഞ്ഞു. പിന്നെ എനിക്ക് വേദന വരുവാണ്. ഞാനിപ്പം എൻ്റെ ബൈബിൾ എടുത്ത് നിവർത്ത് ദേഹത്തേക്ക് അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ കഴിയാത്തതായി ഒന്നുമില്ല. ഇത്രത്തോളം എൻ്റെ ക്യാൻസറിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവമാ. ആ ദൈവത്തിന് കഴിയും എൻ്റെ വേദന മാറ്റാൻ. ഞാനത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു 2 ദിവസം വേദനയുണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മാറ്റി നിന്ന്. ഞാൻ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു, എനിക്ക് വേദന വരുമ്പോഴത്തേനും എല്ലാ മനുഷ്യരും പറയാണ്ട് അവള് ഹിന്ദുവിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, യേശുവിന്റെ പുറകെ പോയിട്ടാണ്ട് അവൾക്ക് ഇപ്പൊ അസുഖമാ. ഓക്കെ, എൻ്റെ യേശുവിന്റെ ഇഷ്ടം പോലെ അസുഖം വരട്ടെ. മനുഷ്യരൊക്കെ എന്നെയല്ല എൻ്റെ യേശുവിനെയാ കുറ്റം പറയുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ അസുഖങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞാ ഞാൻ മാറ്റുന്നത്. എന്ത് അസുഖം വന്നാലും ഞാൻ എവിടെയും പോകത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ ദൈവം തന്നെ. ആരോടും എൻ്റെ അസുഖത്തെ പറ്റി പറയില്ല. പക്ഷെ ഞാൻ വീട്ടിൽ പിള്ളേരുടെയൊക്കെ കാര്യത്തിൽ ഞാൻ വല്ലവരോടും പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ തന്നെ ഒരു ദിവസം
ഈ തീ കത്തി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് എൻ്റെ കഴുത്തേലും കാതേലും ഒക്കെ ഉണ്ട്. ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കുമ്പം നല്ല രാത്രിയിൽ ഞാൻ തപ്പി നോക്കുമ്പോ ഇവിടെ ഒരു തണുപ്പ്. നോക്കുമ്പോ ഒരു പാമ്പാ. ഒരു പാമ്പ് എന്റെ കഴുത്തെ ചുറ്റിയിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ തൊട്ടാൽ പാമ്പ് എന്നെ കടിക്കും. അത്രയ്ക്കും ഇത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഞാൻ ആ പാമ്പിന്റെ വാലയിൽ ഞാൻ പിടിച്ചിട്ടോട് ഒറ്റ വലിച്ചതങ്ങ് താഴെ ഇട്ട്. എന്റെ യേശുവിന്റെ നാമത്തില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങ് താഴെ ഇട്ടിട്ട് ഞാൻ കട്ടിലേൽ ഉറങ്ങാതെ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് രാവിലെ ഞാൻ എണീച്ച് നോക്കുമ്പോൾ എന്റെ കഴുത്തേ കിടന്ന മാലയാണ് താഴെ കിടക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ സ്വർണ്ണം ഇടണ്ട. അങ്ങനെ ഞാൻ എന്റെ സ്വർണങ്ങളെല്ലാം ഊരാൻ തുടങ്ങി. വള മാല എല്ലാം ഊരി മാറ്റി വെച്ചു. ഒന്നും വേണ്ട, എനിക്ക് എന്റെ യേശു തന്ന സൗന്ദര്യം മാത്രം മതി. എന്റെ ദൈവം തരുന്നേ. നമ്മൾക്ക് രാജകീയ പുരോഹിത വർഗമോ പിന്നെ ഇതിന്റെ പ്രത്യേക സൗന്ദര്യവും സ്വർണവും. ഞാൻ അങ്ങനെ എന്റെ സ്വർണം എല്ലാം മാറ്റി വെച്ചു. ഓരോന്ന് എന്റെ ദൈവം പറഞ്ഞു. മരുന്ന് കഴിക്കരുതെന്ന് ഒറ്റ മനുഷ്യര് പറഞ്ഞില്ല. അസുഖം വരുന്നവരോട് ഞാൻ പറയും നിങ്ങൾ മരുന്ന് കഴിക്കണേ. എന്റെ വിശ്വാസം അല്ലായിരിക്കും ചിലപ്പോൾ അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത്. ഇവിടെ കോവിഡ് വന്നു അന്നേരവും ഞാൻ മരുന്ന് കഴിച്ചില്ല. എന്റെ അഡ്മിൻ ആയിരിക്കുന്ന എന്റെ ജയചേച്ചി പറഞ്ഞു, പോലെ അനിയത്തി സാരമില്ല, ഒരു മരുന്ന് കഴിച്ചോളാം. പക്ഷെ ഞാൻ കയ്യിൽ എടുത്തതാ. പക്ഷെ എന്റെ ദൈവം വേണ്ട, ഇത്രയും വലിയ സൗഖ്യം മാറ്റാൻ പറ്റുമെങ്കിൽ എന്റെ യേശു മാറ്റുകയല്ലേ. പലരും എന്നോട് എന്റെ സഭയിലുള്ളവർ പറഞ്ഞു ഇതെല്ലാം കഴിയുമ്പോൾ ഈ അസുഖം പിന്നെ വരും. അവിടെ ഒരു പാസ്റ്റർക്ക് വന്ന് അങ്ങനെ വന്ന്. ഞാൻ പറഞ്ഞു ലോകത്തിൽ ആദ്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്തത് എന്റെ യേശുവാ. ആദാമിന്റെ വാരിയിലെടുത്ത അവയം ഉണ്ടാക്കിയത് ആ യേശു. ഒരു ശസ്ത്രക്രിയ ചെയ്ത അവിടെ മുറിവും വേദനയും തുന്നലും ഒന്നും കാണുകയില്ല. അതുകൊണ്ട് എന്റെ ദൈവം എടുത്തു മാറ്റിയപ്പോ പറയത്തില്ല പൊന്നമ്മേ നീ കുറച്ചുകൂടെ വിശ്വാസം നിനക്കായിട്ടേ ഞാൻ ഈ അസുഖം മാറ്റുമെന്ന് എന്റെ ദൈവം പറയുകയില്ല. മാറ്റിയപ്പം ഫുള്ളും എന്റെ യേശു എടുത്തു മാറ്റി. ഇനി എനിക്ക് അസുഖം അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പത്തെ ഞാൻ അന്ന് 35 കിലോ ഉള്ളു. ഇപ്പൊ എനിക്ക് ഒരു 19 വണ്ണമൊക്കെ വെച്ചു. ഇപ്പൊ കുറച്ചുകൂടി ദൈവം എനിക്ക് ഒരു പ്രത്യേകത തന്നു. പക്ഷെ എന്റെ കർത്താവ് അങ്ങനെ ആ സ്വർണ്ണം ഊരി ഓരോ ദിവസവും ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന ഒരു കുഴപ്പവും ഇല്ലാതെ ദൈവം എന്നെ നടത്തുന്ന ആരോഗ്യത്തോടെ ആയുസോടെ ജോലി ചെയ്യാനും നടക്കാനും ഇരിക്കുവാനും ഇപ്പം ഇൻഷുറൻസും എല്ലാം ദൈവം സഹായിച്ച് കിട്ടി. പക്ഷെ ഇപ്പോഴും എൻ്റെ വീട്ടിലാരും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഒരുപാട് സാഹചര്യത്തിൽ കൂടി കടന്നു പോയപ്പോഴൊക്കെ ദൈവം എന്നെ വഴി നടത്തി ഈ അസുഖങ്ങളിൽ മാറ്റി. അത് കഴിഞ്ഞിട്ടും വന്നു. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം നമ്മുടെ ട്രെയിനിന്റെ അടിയിൽ പോകേണ്ട ഒരു സംഭവം ഉണ്ടായി. അവിടുന്ന് ദൈവം എന്നെ രക്ഷിച്ചൊരു ഇവിടെ ഈ നല്ല സ്നോയുടെ സമയത്ത് ഞാനൊരു ദിവസം ഫോണുമായിട്ട് പോയി. ബാഗും ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ വന്നു കഴിയുമ്പോഴത്തേന് മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അത് കഴിയുമ്പോഴത്തേന് എല്ലാവരും പോകും. അപ്പൊ ഞാൻ പാസ്റ്ററൊക്കെ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുമ്പോഴത്തേനാണ് ഭയങ്കരമായിട്ട് മഞ്ഞ് കിടക്കുന്നു. എന്റെ മോള് പറഞ്ഞു അമ്മ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഫോട്ടോസ് എടുത്തപ്പം ഒരു ഗ്രാൻഡ് മദറോട് ഞാൻ പറഞ്ഞു ഇതൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അവരെടുത്തിട്ട് അത് ഓഫ് ചെയ്യാനും മറന്നുപോയി, ഓൺ ആക്കാനും മറന്നുപോയി, ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം ഇഷ്ടംപോലെ സ്നോയ ഈ റെയിൽവേയുടെ ഈ ഇതിലെല്ലാം കിടക്കുക, പാളയത്തിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഫോണിൽ ഫോട്ടോസ് എടുത്തെടുത്തെടുത്ത് ഞാൻ ഈ താഴേക്ക് വീണു. പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങ് താഴേക്ക് വീണു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ഈ യാത്രക്കാരില്ലാത്ത ഒരു ട്രെയിനില് കടന്നു പോകും. അതൊരു 10-300 ബോഗിയുള്ള ഒരു ട്രെയിനാ പോകുന്നത്, ഒരു ഗുഡ്സ്. ഞാനിവിടെ ഇത് ഈ മറിഞ്ഞു പോയിട്ട് ഞാൻ ഈ ഓരോ പ്രാവശ്യം എണീക്കാൻ നോക്കുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത പാളയത്തിലേക്ക് മറിഞ്ഞു പോകും. ഞാൻ അങ്ങനെ ദൈവമേ. അപ്പൊ ഞാൻ ദൈവത്തെ ഒന്നും വിളിച്ചില്ല. അടുത്തങ്ങ് നോക്കിയിട്ട് ആരുമില്ല. ഞാൻ എന്റെ ദൈവമേ ഞാൻ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാ പാളയത്തിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ഡ്രസ്സിൽ നിന്നെല്ലാം ഈ മഞ്ഞ് തട്ടിക്കളയുമ്പോൾ ആ ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു. അപ്പൊ എന്റെ ദൈവം എത്ര വലിയവനാ. ഒന്നും കൊടുക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ദൈവമാണെങ്കിൽ പകല് കിടന്ന് ഉറങ്ങും. എത്രയെല്ലാം പൈസ കൊടുക്കണം ഞങ്ങളുടെ ദൈവങ്ങൾക്ക്. പക്ഷെ ആ ഒന്നും കൊടുക്കാതെ നമ്മുടെ മനസ്സ് ശുദ്ധമായ മനസ്സ് മാത്രം കൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മാസം മുമ്പേ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് പോരാനായിട്ട് നിൽക്കുമ്പം ട്രെയിൻ വരുന്നത് പെട്ടെന്ന് വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി ഓടി ഇപ്പുറത്തേക്ക് വരുകയും ഈ വാഹനമൊക്കെ കടന്നു പോകുന്ന റോഡും കൂടി ഉണ്ട്. അപ്പം വണ്ടി ബ്ലോക്ക് ചെയ്ത് ഞാൻ അപ്പുറത്തുനിന്ന് വണ്ടി ഇങ്ങോട്ട് കയറുമ്പം വണ്ടി ഇങ്ങ് വന്നുകൊണ്ടിരിക്കുക. ദൈവമേ എന്നെ ഇറക്കി വിട്ടേ. ആ പെണ്ണും അവിടെ നിന്നവരില്ല. ഈ ട്രെയിൻ അപകടം വരുമ്പോൾ ഒരു ഭയങ്കര സൈറൺ ഉണ്ടാക്കുമല്ലോ. ഞാൻ ഓർത്ത് ഞാൻ മരിച്ചു എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന്റെ തലേ ദിവസം ഒരു മനുഷ്യൻ നടക്കാനായിട്ട് ഒരു പട്ടിയായിട്ട് പോകുമ്പം ട്രെയിൻ വന്ന് അവര് മരിച്ചത് അവിടെ. ഞാൻ പെട്ടെന്ന് ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിനിന്റെ ഡ്രൈവർ വന്ന് ചോദിച്ചു നീ എന്നാ ഇത് ലാസ്റ്റ് ട്രെയിനാണെന്നോ നീ വിചാരിച്ചെന്ന് ചോദിച്ചു.
വണ്ടിക്കകത്ത് ഇരുന്നവരെല്ലാം ഇറങ്ങി നോക്കി. ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നിട്ടും ഞാൻ എങ്ങനെയാ രക്ഷപ്പെട്ടെന്ന് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അല്ല, ആരുമില്ലാതെ ഇരിക്കുന്ന എനിക്ക് ദൈവം എപ്പോഴും. അതുപോലെ ഞാൻ സ്നാനപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ അണ്ണൻ എപ്പോഴും പറഞ്ഞു, കൊച്ചെ ഞങ്ങളോടെങ്കിലും ഒന്ന് പറയാൻ വരുന്നു. പക്ഷെ എനിക്ക് ആരുമില്ലെങ്കിലും എൻ്റെ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോകും. എൻ്റെ ചർച്ചിലുള്ളവരെല്ലാവരും 60-70 ഫാമിലി ഉണ്ട്. അവർ 70 പേരും 70 തരം ഫുഡാണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്ന് രാജകീയമായിട്ട് തന്നെ എന്റെ സ്നാനം ഇട്ട്. ഞാനിപ്പോ ഓർക്കും എനിക്ക് ഒരു പ്രാവശ്യവും കൂടെ സ്നാനപ്പെടണം. അന്ന് ഞാൻ അറിയാതെ വെച്ചാ ഞാൻ സ്നാനപ്പെട്ടപ്പം ഞാൻ വിചാരിച്ച എന്നെ ചോദിച്ചോ, ഇനി എന്നെ ഈ ദൈവത്തിന്റെ അടുത്തൊന്നും ആർക്കും മാറ്റാൻ പറ്റുകയില്ല. അപ്പൊ അതിനുള്ളൊരു അടയാളമായി ഈ സ്നാനമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ പാസ്റ്ററോട് ഞാൻ ഇന്നാളിലേക്ക് പറയാം, പാസ്റ്റർ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്നാനപ്പെടാൻ, എല്ലാ സന്തോഷത്തോടും കൂടി. പക്ഷെ അതുപോലെ സന്തോഷം അനുഭവിച്ചാൽ ഞാൻ സ്നാനപ്പെട്ടത്. ആരുമില്ല, ഒറ്റയ്ക്കാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെ കാണും. അത്ര അതിശയമായിട്ടാണ് ദൈവം എന്നെ ഓരോ ദിവസവും വഴി നടത്തുന്നത്, പോക്കിലും വരലും. പണ്ടൊക്കെ ഈ പാസ്റ്റർമാരൊക്കെ വന്ന് ഈ ദൂത് പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം തലയിൽ വെച്ച് കൈവച്ചില്ലേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞ് 2015 എനിക്ക് ഈ രാജ്യത്തെ എല്ലാ അവകാശവും അടങ്ങുന്ന പേപ്പർ നിന്റെ കയ്യിൽ കിട്ടും. അപ്പം ഞാൻ കിടക്കുന്ന ബെഡിന്റെ അവിടെ ഒരു മിറർ ഉണ്ട്, അതേ ഞാൻ ഇതിങ്ങനെ എഴുതി വെക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ആ 15-ാം തീയതി ആയപ്പോ ഞാൻ തന്നെ എണീച്ചങ്ങ് ചിരിച്ചുപോയി. ആ തലേ ദിവസം ഞാൻ കാണുക, ഞങ്ങളുടെ അവിടെ ഒരു ബഹളം ഉണ്ടായി. ഒബാമ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ പേപ്പർ എല്ലാം ചെതറി തെറിച്ചു പോയി. ഞങ്ങളുടെ ആ അന്നത്തെ ആ ഞങ്ങൾക്ക് എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞ ആ ഗ്രീൻ കാർഡും ആ പേപ്പറൊന്നും കിട്ടാത്ത ഒരവസ്ഥ. അപ്പൊ ഞാൻ ഓർത്ത്, ഈ പാസ്റ്റർമാര് പറയുന്ന ഒന്നും ഞാൻ ഇനി വിശ്വസിക്കത്തില്ല, ഞാൻ എൻ്റെ യേശു പറയുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഞാൻ ദൂത് പറയുന്നവൾ പിന്നെ വന്ന് പാസ്റ്റർമാർ എൻ്റെ തലയെ കൈവച്ചാൽ എനിക്കിഷ്ടമില്ല. പിന്നെ ഞാൻ അങ്ങ് ഇരിക്കും. എന്ന് വെച്ചാൽ നമ്മളവരെ ദൈവത്തിന്റെ ദാസന്മാരെ അവരെ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കാതിരിക്കരുത്. അങ്ങനെ അവര് പറയും. അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ ഉണ്ടല്ലോ അന്ധവിശ്വാസം ഏറ്റവും കൂടുതലുള്ള ഞാനോർത്ത് നമ്മുടെ ഹിന്ദുക്കൾക്കായിരിക്കുന്നു. പക്ഷെ അല്ല, നമ്മുടെ പെന്തക്കോസുകാർക്ക് ഏറ്റവും ഭയങ്കര അന്ധവിശ്വാസം. അത് ഞാൻ ഈ ചുരുങ്ങിയ നാളുകൊണ്ട് പഠിച്ചു പോയി. ദൈവമേ, ഇതുപോലെ അന്ധവിശ്വാസമുള്ള ദേവദാസന്മാരെയും ദേവദാസിമാരെയും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ അവിടെ ചെന്ന് കുക്ക് ചെയ്തു. പൊന്നമ്മ സിസ്റ്ററെ, നമുക്ക് കുറച്ച് കുക്ക് ചെയ്താൽ മതി. എന്താന്നോ, 1-ാം തീയതി വരുമല്ലേ, നമ്മൾക്കപ്പോ എല്ലാം പുതിയതായിരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, പഴയത് കഴിക്കാൻ വയ്യേ? അത് വേണ്ട, അതെല്ലാം പുതിയതായിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത്, ഹിന്ദുക്കളെ ഇതിലും ഭേദം, ഇത്ര അന്ധവിശ്വാസം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ദേവദാസന്മാരോടും ദേവദാസിമാരോടും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒത്തിരി പക്ഷെ ഒരുപാട് അവര് നമ്മളെ ഉയർത്തും. പക്ഷെ പെട്ടെന്ന് നമ്മളെ അവർ താത്തിടും. പിന്നെ അവർക്ക് നമ്മളെ എന്താ ഒരു നമ്മുടെ സാറായിയുടെ അബ്രഹാമിന്റെ ഭാര്യ സാറായിക്ക് അവള് ഹാഗറിൽ നിന്ന് ഗർഭം ഉണ്ടായപ്പോ അവളൊരു നിന്ദയായി തോന്നിയപ്പോ അവളെ പറഞ്ഞു വിട്ടതുപോലെ നമ്മളോട് ഇടപെടാൻ തുടങ്ങും അവര്. അപ്പൊ അതെനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ എൻ്റെ ദേവദാസന്മാരെ യേശുവിനെ കാണുന്ന പോലെയാ കാണുന്നത്. എൻ്റെ മനസ്സിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നമ്മൾ അവരോട് ഷെയർ ചെയ്യും. പക്ഷെ അതങ്ങനെ ചെയ്യരുതെന്ന് ദൈവം തന്നെ എന്നെ പഠിപ്പിച്ചു. എല്ലാ ആഴ്ചയിലും എനിക്കൊരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ഞാൻ പാട്ട് എഴുതും. അത് ഒരു ദിവസം ഞാൻ എൻ്റെ യേശുവിനോട്, ഇവരെല്ലാം ഈ അന്യഭാഷ സംസാരിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, യേശുപ്പച്ചാ, ഇത് സത്യമാണെങ്കിൽ എനിക്കിത് തന്നാ മതി, സത്യമല്ലെങ്കിൽ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചെവി വന്ന് യേശു അന്യഭാഷ പറയും. അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകും. ഞാൻ പൈപ്പ് തുറന്നിടുമ്പോൾ അന്യഭാഷ കിട്ടും. പച്ചക്കറി അരിയുമ്പോൾ അതിൻ്റെ സൗണ്ടിൽ എനിക്ക് അങ്ങനെ ഞാൻ അന്യഭാഷ ഭയങ്കരമായിട്ട് ഇന്ന് ആരാധിക്കുകയും അതുപോലെ തന്നെ ദർശനം കാണുന്നതൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിലും സാക്ഷ്യം പറയുമ്പോൾ ഞങ്ങളുടെ പാസ്റ്ററുടെ ഭാര്യ എന്നോട് പറഞ്ഞു, പൊന്നമ്മ ഹിന്ദുവിൽ നിന്ന് വന്നുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പൊന്നമ്മയെ നോക്കുന്നത്, അങ്ങനെയോ ഇങ്ങനെയെന്നെല്ലാം പറയുമ്പോൾ എനിക്കത് മനസ്സിന് ഭയങ്കര വിഷമമായിപ്പോ. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, ഇനി ഞാൻ സാക്ഷ്യം പറയുന്നില്ല. എൻ്റെ ദൈവം തന്നെ എന്നെ കാണിച്ചു തന്നു. ഒരു ദിവസം ഞാനും എൻ്റെ പാസ്റ്ററിന്റെ ഭാര്യയും കൂടെ നടക്കും. അപ്പം പാസ്റ്ററിന്റെ ഭാര്യയ്ക്കും പാസ്റ്ററിനൊക്കെ ഒരുപാട് തെങ്ങുംതോപ്പുണ്ട്. ഇപ്പുറത്തെ വീട്ടിൽ കുറച്ച് തെങ്ങുള്ള ഒരു പറമ്പ് എന്നെ കാണിക്കുക. അപ്പൊ ഞങ്ങൾ നടന്നു പോകുമ്പം ഈ ചെറിയ പറമ്പുള്ള ഒരു തേങ്ങ താഴെ വീണ്. അത് അപ്പൊ ആന്റി പെട്ടെന്ന് ആ തേങ്ങ എടുത്ത് ഇവിടെ മറച്ചു വെച്ചു. ഞാൻ അങ്ങ് നടന്നു പോയി. അപ്പം ഞാൻ ചോദിച്ചു, ആന്റി ഇതെന്താ? അത് തേങ്ങ. ഞാൻ പറയാം, അത് അവരുടെ പറമ്പിൽ നിന്നല്ലേ, നമുക്കത് കൊടുക്കാം. അല്ലല്ലോ, എൻ്റെ പറമ്പിൽ നിന്ന് അപ്പുറത്തോട്ട് വീണെന്ന്. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു തന്നു, എന്റേതാന്നും പറഞ്ഞ് സ്വന്തമാക്കി വെച്ചിരിക്കുക. പക്ഷെ ഞാൻ കൊടുത്തിട്ടല്ല, അതൊന്നുമില്ല. അങ്ങനെ സ്വന്തമാക്കുന്നവരാ എല്ലാവരും. അതുകൊണ്ട് നീ ശരിക്കും നോക്കിക്കോട്ടെ. ഇനി നീ സാക്ഷ്യം പറയണമെങ്കിൽ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സാക്ഷ്യം സ്റ്റോപ്പ് ചെയ്തു. അല്ലെങ്കിൽ ഈ അമേരിക്കയിൽ ഒത്തിരി ഇതുപോലത്തെ ഗ്രൂപ്പുകളുണ്ട്.
ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ എത്ര വട്ടം എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ സാക്ഷ്യം പറയുന്നതായിരുന്നു. ഇവര് തന്നെ എന്നെ അത് പിന്നെ എനിക്കങ്ങ് സങ്കടമായി പോയി. ദൈവമേ, ഈ ദൈവദാസന്മാരെന്നെ ഇങ്ങനെ ഒത്തിരി എന്തിനാ വേദനിപ്പിക്കുന്നത്? ചിലപ്പോൾ ഞാൻ ഹിന്ദുവിലായിരിക്കും. അതുപോലെ തന്നെ ഒരു വർഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ആ നിമിഷം തന്നെ എനിക്ക് ദൈവം സാധിപ്പിച്ചു തരും. അപ്പൊ ഞാൻ ഓർത്ത്, എന്റെ യേശുവേ, ഈ ദൈവത്തെ വിശ്വസിച്ച ഏറ്റവും നല്ലതെന്ന്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ഇതൊരു പോർക്കളവാണ്. ഇവിടെ നമ്മൾക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ സ്വയം കൂട്ടുകാരെ എല്ലാം മാറ്റി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതുപോലെ അഭിഷേകം കിട്ടി. ആ അഭിഷേകം കിട്ടിയ കൂട്ടത്തിൽ അനേക പാട്ടുകൾ എഴുതുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ച്. അപ്പൊ എന്റെ ഭവനത്തിൽ നിന്ന് എന്റെ ഭർത്താവിന്റെ ഒരനിയൻ ആദ്യമേ ബാംഗ്ലൂർക്ക് 1980 പോയി. ഈ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന അവിടെ. അപ്പൊ ഇവരെല്ലാം ഈ പരിപാടിക്കാരാകുമ്പം മഴക്കാലം ആകുമ്പം പ്രോഗ്രാം ഒക്കെ കുറവായിരിക്കും എല്ലാവർക്കും. അപ്പം അനിയൻ അങ്ങനെ പോയത്. അവിടെ പോയി ഒരു വർഷം വരെ നല്ല ഇതായിട്ട് നിന്നു. പക്ഷെ ഒരു വർഷം കഴിഞ്ഞപ്പം അനിയൻ അവിടെ സ്നാനപ്പെട്ടു. അവിടെ തന്നെയുള്ളൊരു ഒരു ഒരു പട്ടത്തിപ്പെണ്ണ, അവളും അവിടെ ജോലിക്ക് വന്നതാ. അവർ രണ്ട് സ്നാനപ്പെട്ട് കല്യാണം കഴിഞ്ഞ് അവരിപ്പോ എറണാകുളത്ത് സുഖമായി താമസിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അനിയത്തി സ്നാനപ്പെട്ടു. അതൊക്കെ അവരൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. എന്നാന്ന് ചോദിച്ചാൽ, ദൈവമേ, ഇവരൊക്കെ ഇങ്ങനെ സ്വർണ്ണം ഇടാതെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്ക് സ്വർണ്ണം ഒന്നും വേണ്ട. എൻ്റെ ദൈവമാണ് എനിക്ക് ഏറ്റവും വലിയ നിധി. ആ ദൈവത്തിന്റെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചാൽ ഉണ്ടല്ലോ, നമുക്ക് മറ്റൊന്നും വേണ്ട. സ്വത്തും വേണ്ട, പണം, പക്ഷെ എല്ലാം നമുക്ക് വേണം. ആവശ്യത്തിനെല്ലാം വേണം. പക്ഷെ അധികമായിട്ട് നമുക്കൊന്നും വേണ്ട. എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച് ഉണ്ട്. സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. ചിലരുടെ വീട്ടിൽ ഞാൻ പോകുമ്പോഴത്തേനും അവിടെ പിള്ളേരാണേലും അവരുടെ ഒക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നെ വിളിക്കും. അപ്പോഴത്തേനും കമ്മലെടുത്തിട്ട്, ആൻറ്റി ഇതിട്ട്. ഞാൻ പറഞ്ഞ, മോളെ, ഇതിട്ടിട്ട് ആൻറ്റിക്കുള്ള സൗന്ദര്യം വേണ്ട, ആൻറ്റി വരുന്നില്ല, പൊക്കോളാൻ പറയും. അവർ വണ്ടിയെ കയറിയിട്ട് പറയാം, ഓക്കെ ആൻറ്റി ഇടണ്ട, ഞങ്ങളുടെ വീട്ടിൽ പോന്നോളാൻ പറയും. പക്ഷെ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. അന്ധകാരത്തിലിരുന്ന് നമ്മളാണ് ഈ അത്ഭുത വെളിച്ചം. ഒരു കഴിവുമില്ല, ഒരു പ്രാപ്തിയില്ല. ഈ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതിരുന്ന സമയത്താണ് ഈ ദൈവം എന്നെ വിളിച്ചത്. ഈ 24 വർഷമായി, ഞാനിപ്പോ 17 വർഷമായി സ്നാനപ്പെട്ടിട്ട്. ആദ്യമേ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കമ്പൈവർഷിപ്പിന് എനിക്ക് 5 മിനിറ്റ് സാക്ഷ്യം പറയാൻ സമയം തന്നപ്പം എൻ്റെ ഭർത്താവ് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട്, ഈ പെന്തക്കോസുകാരെന്ന് പറയുന്ന അവരുടെ കൂടെ പോയി പോരുത്, അവര് നിന്റെ വെള്ളത്തിലൊക്കെ പിടിച്ച് മുക്കൂന്ന് പറഞ്ഞു. ഞാൻ പറയേ ഇല്ല, ഞാൻ അവരുടെ കൂട്ടത്തിൽ പോകത്തേ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ കൂട്ടത്തില ഇപ്പോഴും ഞാൻ നടക്കുന്നത്. പക്ഷെ ഒത്തിരി നല്ല ഇവരും ഉണ്ട്. ഞാൻ പറയുന്നില്ല, പാസ്റ്റർമാരെ എല്ലാം ഞാൻ കുറ്റം പറയത്തില്ല, അവരുടെ ഭാര്യമാരെ പറയത്തില്ല. പക്ഷെ നമ്മൾ ഒത്തിരി അവരോട് പറയേണ്ടിയത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പിന്നെ എനിക്കായി. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറച്ചൊരു ചർച്ചയിൽ നിർത്തി. ആത്മാവ് നിറഞ്ഞ് ആരാധിക്കാനും പാട്ടുകൾ പാടുവാനും ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പാട്ടുകൾ എഴുതാൻ പാടി. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ സമയായോ? ഓക്കെ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് ഇരിക്കുവാനും പാട്ടുകൾ പാടുവാനും ഒക്കെ. ഞാൻ നന്നായിട്ട് വചനം എല്ലാം റിപ്പയർ ചെയ്യും. പക്ഷെ ഇതിന്റെ എല്ലാം ഇപ്പൊ ആദ്യമേ ഞാൻ വചനം സൂക്ഷിക്കുമായിരുന്നു, നല്ലതായിട്ട് ചെയ്തതിനും. എനിവേ, ഏതായാലും നമ്മളുടെ വചനം ഒത്തിരി നല്ലതായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ 2026 ഈ പുതുവർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടിരിക്കുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക. നമ്മളുടെ ആവശ്യങ്ങള് നമ്മൾ മുട്ടുപടക്കി പ്രാർത്ഥിച്ചാൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഇപ്പൊ എനിക്കൊരു അസുഖം, അല്ലെങ്കിൽ എനിക്കൊരു 10 പൈസ വേണമെങ്കിൽ എനിക്ക് ബേബാസിസ്റ്റിനോട്, എൻ്റെ അച്ഛനോട് ഒരു 10 രൂപ എനിക്ക് വേണമെന്ന് പറയണോ? അങ്ങനെ നമുക്ക് ചോദിക്കണ്ട. നമ്മുടെ സ്വന്തം പിതാവിനോട് നമുക്ക് തന്നെ ചോദിക്കാം. എൻ്റെ യേശുവേ, എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ആ ദൈവത്തിന്റെ സന്നിധി മുട്ടുമടങ്ങാതെ ദൈവത്തിന്റെ നല്ല സ്നേഹത്തിൽ ദൈവത്തിന്റെ ഫേവറേറ്റ് ഉള്ളവരായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു പാട്ടാണ്. അത് പാടി ഞാൻ എൻ്റെ വചനത്തിൽ നിന്നിരുന്നോളാം. സ്തോത്രം. എൻ്റെ പ്രാണപ്രിയനേശുവോട് കൂടെ, എൻ പ്രാണപ്രിയനേശുവോട് വാഴും കാലമേ, എനിക്കെത്ര ആനന്ദം, എനിക്കെത്ര ആമോദം. ആ ഇമ്പ ശബ്ദം കേട്ടു നിന്റെ കൂടെ വാഴുവാൻ ആശയേറുന്നേ, എനിക്ക് ആശയേറുന്നേ. എന്നാശയറ്റ ജീവിതം പ്രത്യാശയാക്കിയ എൻ പ്രാണപ്രിയനേശുവോട് വാഴും കാലമേ, ആ നാളെടുക്കും തോറും എന്നിലേറിടുന്നിതാ ആശയും പ്രത്യാശയും നിന്നെ കാണുവാൻ.
ആ നാളടുക്കും തോറും എന്നിലേറിടുന്നിതാ ആശയും പ്രത്യാശയും നിന്നെ കാണുവാൻ. ഞാൻ കാണ പ്രിയനേശുവോടു വാഴും കാലമേ എനിക്കെത്ര ആനന്ദം, എനിക്കെത്ര ആമോദം. നിന്റെ കൂടെ വന്നു ചേർന്നു നിൽക്കാൻ ആശയുണ്ടല്ലോ, നിന്റെ കൂടെയൊന്നു ചേർന്നിരിക്കാൻ മോഹമുണ്ടല്ലോ. എന്ന് കാണും എൻ്റെ നാഥ നിന്റെ പൊന്മുഖം, അന്നു തീരും എൻ്റെ ആശ എൻ്റെ യേശുവേ. എന്ന് കാണും എൻ്റെ നാഥ നിന്റെ പൊന്മുഖം, അന്നു തീരും എൻ്റെ ആശ എൻ്റെ യേശുവേ. എൻ പ്രാണപ്രിയനേശുവോടു വാഴും കാലമേ എനിക്കെത്ര ആനന്ദം, എനിക്കെത്ര ആമോദം. എൻ പ്രാണപ്രിയൻ കാഹളത്തിൻ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പ്രാവു പോലെ പറന്നുയരും പ്രിയന്റെ കൂടെ. സ്വന്തം നാട്ടിലെത്തി എൻ്റെ പ്രിയനുമായി ഹല്ലേലൂയ പാട്ടുപാടി ആരാധിക്കും ഞാൻ. സ്വന്തം നാട്ടിലെത്തി എൻ്റെ പ്രിയനുമായി ഹല്ലേലൂയ പാട്ടുപാടി ആരാധിക്കും ഞാൻ. എൻ പ്രാണപ്രിയനേശുവോട് ചേരും കാലമേ എനിക്കെത്ര ആനന്ദം, എനിക്കെത്ര ആമോദം. ആ ഇമ്പശബ്ദം കേട്ടു നിന്റെ കൂടെ വാഴുവാൻ ആശയേറുന്നേ, എനിക്ക് ആശയേറുന്നേ. ആമേൻ. കർത്താവായ യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം എൻ്റെ സാക്ഷ്യവും എൻ്റെ വചനത്തിൽ നിന്നുമൊക്കെ കേൾക്കുവാൻ നിങ്ങൾ എനിക്ക് സമയവും സാവകാശവും തന്നു. അതുപോലെ ഇത്രയും സമയവും സാക്ഷ്യം പറയാൻ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യാൻ എനിക്ക് സാവകാശം ഒരുക്കുക. ഞാൻ ബേബാസിസിനോടും ഈ ഗ്രൂപ്പിനോടും പാസ്റ്ററിനോടും എല്ലാം ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയെ താഴ്ത്തിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാപ്പി ന്യൂ ഇയർ. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു പൊന്നമ്മ സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സാക്ഷ്യം